ഇതിലേ ഇഞ്ച മുഖം കണ്ടിട്ട് ചെക്കന്മാർ ചോദിക്കാനു അല്ല നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നേരിട്ട് വരികയാണോ നീ? വീട്ടിൽ നിന്ന് സ്ട്രിക്ട് ഓർഡർ ഉണ്ടായിരുന്നു ടിക്ടോക്ക് ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ഇവരെല്ലാം ഉറങ്ങിയിട്ട് വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് രാത്രി 2 മണിക്കുള്ള ടിക്ടോക്കും ബാൻ ചെയ്തു. അമ്മ ഡോർ വന്ന് തുറന്നപ്പോൾ ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ച സെറ്റ് സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നു. എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള അവർക്ക് ആദ്യം അറിയായിരുന്നു. അതുകൊണ്ട് മുഖത്തേക്ക് ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. അവിടെ കിട്ടാതെ ഇവിടെ കിട്ടുന്നൊരു സാധനം മെയിനിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ചീത്തയാണ്. അത് ഞാൻ കുറച്ച് മിസ് ചെയ്തായിരുന്നു. ഇപ്പോൾ 2 ദിവസം എനിക്ക് മതിയായി. ഇതിൽ ഞാനിങ്ങനെ സോങ് കൊട്ട് കൊടുത്തേ ഉള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ചിന്തയിൽ ഞാൻ എന്നും സുന്ദരിയായിരുന്നു. നടക്കില്ലായിരുന്നു കല്യാണം. 1 മില്യൺ ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു കാര്യമാണ്. ആ ഒരു ഗിഫ്റ്റ് അന്ന് കിട്ടിയതിന് ശേഷം പിന്നെ വിഷ്ണു എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഗിഫ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. 2ാമത്തെ ഗിഫ്റ്റിൻ്റെ ഇതിൽ തന്നെ ഞാൻ മനസ്സ് നിറഞ്ഞ് സംതൃപ്തി അടങ്ങിയിരിക്കുകയായിരുന്നു. എനിക്കൊരു ഭയങ്കര അച്ചീവ്മെൻറ്റും സന്തോഷവും വന്നിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂട്ടുകാർ. എനിക്ക് ലൈഫിൽ തന്നെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഈ ഒരു വീഡിയോ ആണ്. ഇതിപ്പോൾ പെൺകുട്ടീനോടുള്ള ഒരു ആൺകുട്ടീനോട് പറഞ്ഞാൽ ആ കുട്ടിക്ക് വിഷമാവും. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഐശ്വര്യയും ഋത്തിക് റോഷനുമാണ്. നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമ്മുടെ മൈൻഡാണ്. ഇടുന്ന ആൾക്കാരുടെ നാക്കോ ഇന്റർനെറ്റ് കട്ട് ചെയ്യാനോ നമുക്ക് പറ്റില്ല. എനിക്ക് OCD ഉണ്ട്, എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്, അത് എനിക്ക് തന്നെ അറിയുന്നുണ്ടെങ്കിൽ വേറൊരാൾ ആ OCD ഉള്ള ആളെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു പ്രശ്നമല്ല. ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് താഴെ വരുമ്പോൾ എൻ്റെ 2-3 ദിവസം പോകുന്ന കമൻറ്റ്സ് ആയിരുന്നു അതൊക്കെ. ഇപ്പോൾ വൾഗറായിട്ടുള്ള കമൻറ്റോ ഇങ്ങനത്തെ കമൻറ്റ്സ് ഒക്കെ വരികയാണെങ്കിൽ എന്നത് ബോദർ ചെയ്യില്ല. എനിക്ക് എൻ്റെ വായ അടക്കണമെങ്കിൽ അത് എനിക്കിപ്പോൾ സ്നേഹയുടെ വായി വന്ന് പൊത്തിപ്പിടിക്കാൻ പറ്റില്ല. സ്നേഹം സംസാരിക്കും. ഇത് 100% തെറ്റ്. മോശമായിട്ട് കമൻറ്റ്സ് ഇടുന്ന ആൾക്കാരുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ എങ്ങനെയാണ് അവരെ കൺട്രോൾ ചെയ്യുക? അപ്പം വില്ലേജിനെ പറ്റി പറഞ്ഞപ്പോഴത്തേന് ഭയങ്കര ഇമോഷണലായി. അപ്പം ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ ഒരു കാര്യം പറഞ്ഞോട്ടെ, സ്നേഹ എന്നോട് വെല്ലച്ചനെ പറ്റി ചോദിക്കേണ്ടെന്ന് പറഞ്ഞതാണ്. ഞാനാണ് പറഞ്ഞത് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി വേണം വെല്ലച്ചനെ പറ്റി സംസാരിക്കുക എന്നുള്ളത്, അല്ലാതെ കുത്തി ചോദിക്കുന്നതല്ല. ഓക്കെ. അപ്പോൾ അല്ല, നമ്മുടെയൊക്കെ ലൈഫിൽ കാണുമല്ലോ. കാരണം ചിലപ്പോൾ പേരൻസിന് മനസ്സിലാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മുടെ ഗ്രാൻഡ് പേരൻസിനായിരിക്കും. അപ്പോൾ നമ്മളൊക്കെ ചിന്തിക്കും അത്രയും വലിയൊരു അല്ലെ പഴയ തലമുറയ്ക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അവർ വളർത്തിയ മക്കളായിരിക്കും നമ്മുടെ പേരൻസ്. പക്ഷെ അവർക്കത് മനസ്സിലാകുന്നില്ല. പക്ഷെ ആ ഒരു വലിയ അത്രത്തോളം സപ്പോർട്ടീവായിട്ട് നിന്ന കുറേ കാര്യങ്ങൾ കാണില്ല അവർക്ക്. ഇഷ്ടം പോലെ കാര്യങ്ങൾ. എൻ്റെ ലൈഫിൽ വെല്ലച്ചൻ്റെ സപ്പോർട്ട് തോന്നാത്ത ഒരു മൊമെൻ്റ് പോലും ഉണ്ടായിട്ടില്ല. ഞാനിപ്പോൾ വെല്ലച്ചൻ ഭയങ്കരമായിട്ട് ഇന്നലെ വെല്ലച്ചൻ്റെ 84ാം പിറന്നാളായിരുന്നു. വെല്ലച്ചൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചിട്ടുള്ള ഒരു സമയമായിരുന്നു. വെല്ലച്ചനോട് ഞാൻ ചോദിച്ചായിരുന്നു വെല്ലച്ചൻ എന്താണ് നമ്മുടെ ജനറേഷനിലെ ആൾക്കാരുടെ അടുത്ത് പറയാനുള്ളതെന്ന്. വെല്ലച്ചൻ പറഞ്ഞ കാര്യമാണ് മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം, എന്നാലാണ് ഒരാൾക്ക് വളർച്ചയുള്ളൂ. വെല്ലച്ചൻ്റെ ജനറേഷനിൽ ഒരാൾ ചെയ്യാത്തൊരു കാര്യമാണ് വെല്ലച്ചൻ ഫേസ്ബുക്കിൽ ലൈവ് പോയിട്ടുണ്ട്. വെല്ലച്ചൻ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് തല്ലുമാലയുടെ പ്രൊമോഷന് എനിക്കൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. തല്ലുമാല ടീമിനെ ഇട്ട് ഇൻസ്റ്റഗ്രാമിൽ ഒരു ലൈവ് പോകാനായിട്ട്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ അമ്മയുടെ ഒരു ഇൻസ്റ്റഗ്രാം ഉണ്ട്. അമ്മ വെല്ലച്ചൻ്റെ അടുത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് പറഞ്ഞു, കയറണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. കാരണം വെല്ലച്ചൻ ഇൻസ്റ്റഗ്രാം ഡൗൺലോഡ് ചെയ്യുക, ലോഗിൻ ചെയ്യുക എന്നുള്ളതൊക്കെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ കയറണം എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. വീട്ടിലിപ്പോൾ വേറെ ഒരു പേരക്കുട്ടികളും ഇല്ല. കാരണം എല്ലാവരും പഠിത്തത്തിൻ്റെ ഭാഗമൊക്കെ ആയിട്ട് ഓരോ സ്ഥലങ്ങളിലാണ്. ഓരോരുത്തർ എഞ്ചിനീയറിംഗ് പഠിക്കുന്നു, ഒരാൾ BDSന് പഠിക്കുന്നു. അപ്പോൾ ആരും വീട്ടിലില്ല. അപ്പോൾ അത് ചെയ്തു കൊടുക്കാനും ഒരാളില്ല. അപ്പോൾ ഞാൻ വെല്ലച്ചൻ്റെ അടുത്ത് പറഞ്ഞില്ല. പക്ഷേ ഈ ഒരു ലൈവ് കഴിഞ്ഞ് രാവിലെ 5 മണിക്കായിരുന്നു നാട്ടിലെട്ടര സമയം. ലൈവ് കഴിഞ്ഞ് ഞാൻ എന്നാൽ കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് പോയപ്പോൾ ഞാൻ ഫോൺ ഓഫ് ചെയ്ത് കിടക്കാൻ വേണ്ടി പോകും. വെല്ലച്ചൻ കണ്ടു, നല്ല രസമുണ്ടായിരുന്നു. വെല്ലച്ചൻ അത് ഇൻസ്റ്റാൾ ചെയ്ത് ലോഗിൻ ചെയ്ത് അതിൽ വന്നിക്കുന്നു. പിന്നെ ഞാൻ വെല്ലച്ചൻ്റെ നിന്ന് ഷോക്കിംഗ് ആയിട്ട് കണ്ടിട്ടുള്ളൊരു കാര്യം, വെല്ലച്ചൻ ലിഫ്റ്റ് കയറിയിട്ട് നമ്മുടെ പേരക്കുട്ടിയുള്ള ഏറ്റവും ചെറിയ ആളാണ് ആമിയുടെ അടുത്ത് എങ്ങനെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യുമെന്ന് ചോദിച്ച് പഠിക്കുന്നു. അതൊന്നും ആ ഒരു പ്രായമുള്ള ഒരാൾ ചെയ്യുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപ്പോൾ ഇന്നലെ വെല്ലച്ചൻ പറഞ്ഞതായിരുന്നു നല്ല മാറ്റങ്ങൾ അംഗീകരിക്കാത്ത മനുഷ്യന് വളർച്ചയില്ല എന്ന്. പക്ഷെ അത് ശരിയാണ്. ആ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ എനിക്ക് മാത്രമല്ല, എൻ്റെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാർക്കും വെല്ലച്ചൻ കാരണം തന്നെയാണ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിട്ടുള്ളത്. വെല്ലച്ചന് 3 പെൺമക്കളാണ്. എൻ്റെ അമ്മ, അനിയത്തി, അമ്മയ്ക്ക് 2 അനിയത്തിമാരുണ്ട്.
അപ്പോൾ അവരെ 3 പേരെയും പഠിപ്പിച്ച് ജോലിയാക്കിയത് വെല്ലച്ചൻ്റെ നിർബന്ധമായിരുന്നു. അമ്മമ്മ പറയുമായിരുന്നു, ഞാൻ വെല്ലച്ചെന്ന് വിളിക്കുന്ന അമ്മയുടെ അച്ഛനെയാണ് കേട്ടോ, അമ്മമ്മ പറയുമായിരുന്നു ഒരു TTC എങ്കിലും കഴിപ്പിക്കണം മക്കളെ, കാരണം അമ്മ 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. വെല്ലച്ചൻ BSc B.Ed ആണ് കെമിസ്ട്രിയിൽ. അപ്പോൾ വെല്ലച്ചൻ്റെ നിർബന്ധം വെല്ലച്ചൻ പഠിച്ച അത്രയെങ്കിലും പഠിക്കണം, അല്ലെങ്കിൽ കുടുംബത്തിന് മുന്നോട്ടില്ല. നമ്മൾ എന്തിനാണ് പിന്നോട്ട് കൊണ്ടുവരുന്നത്, പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് വെച്ചിട്ടല്ലല്ലോ. 3 പേരും BSc B.Ed ആണ്. ഏറ്റവും ചെറിയ ആൾ അതിനുശേഷം സോഷ്യോളജിയിൽ ഒരു മാസ്റ്റേഴ്സും കൂടി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനും സ്കൂളിലും കോളേജിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ പറയുമായിരുന്നു എനിക്ക് വലുതായിട്ട് ഹൗസ് വൈഫ് ആയാൽ മതി, കാരണം പണി നമുക്കറിയില്ല. നമ്മൾ കേൾക്കുന്നത് എന്താണ്, ഒരു ഹൗസ് വൈഫിന്റെ പണി എന്താന്നുള്ളത് ഒരു ഹൗസ് വൈഫിനോട് ചോദിച്ചാൽ അറിയാം. അവരൊട്ടും പണി കുറവുള്ള ആൾക്കാരല്ല. പക്ഷെ ഞാൻ കാണുമ്പോൾ എൻ്റെ അമ്മയും ആ ഒരു പ്രായത്തില് ചെറിയ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അമ്മ രാവിലെ എണീക്കുന്നു, ബാഗ് പാക്ക് ചെയ്യുന്നു, സ്കൂളിലോട്ട് ഓടുന്നു, തിരിച്ചു വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, ഞങ്ങളെ പഠിപ്പിക്കുന്നു, കിടന്നുറങ്ങുന്നു, പിന്നെ എണീക്കുന്നു, സ്കൂളിലോട്ട് ഓടുന്നു. അപ്പം അമ്മയുടെ ലൈഫിൽ ഒരു റെസ്റ്റ് ഞാൻ കാണുന്നില്ല. അപ്പം എൻ്റെ വിചാരം വീട്ടിലിരിക്കുന്ന ആൾക്കാർക്ക് വേറൊരു പണിയില്ല എന്നുള്ളതാണ്. എനിക്കറിയാം അങ്ങനെയല്ല. അമ്മ എടുക്കുന്ന തുല്യമായിട്ടുള്ള പണി അവർ വീട്ടിലെടുക്കുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഞാനന്ന് ചുമ്മാ പറയുന്നത് എനിക്കിങ്ങനെ ഹൗസ് വൈഫ് ആയാൽ മതി എന്നുള്ളത്. അപ്പോൾ വെല്ലച്ചൻ എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമായിരുന്നു, നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള വകയ്ക്കുള്ള വരുമാനമെങ്കിലും നമുക്ക് വേണം. അങ്ങനെ ഓരോ ചെറിയ കാര്യങ്ങളിലും എനിക്ക് വളരെ ഇമ്പാക്റ്റ്ഫുള്ളായിട്ടുള്ള, എനിക്ക് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ അമ്മയും അച്ഛനും ഭയങ്കരമായിട്ട് ക്രൂശിച്ചിരുന്ന സമയം ഉണ്ടായിരിക്കുമല്ലോ, എല്ലാ വീട്ടിലും അങ്ങനെ ആയിരിക്കും. അന്നും ഈ റിലേഷൻഷിപ്പ് നിർത്തണമെന്നോ ഒന്നും വെല്ലച്ചൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. ഇതധികം പബ്ലിസിറ്റി കൊടുക്കരുത് മാത്രം പറഞ്ഞായിരുന്നു. നിങ്ങൾക്ക് ഈ റിലേഷൻഷിപ്പ് തന്നെ വേണം നിർബന്ധമാണെന്നുണ്ടെങ്കിൽ പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 പേർക്കും ജോലിയാക്കി കഴിഞ്ഞാൽ നടത്തി തരാമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എൻ്റെ ലൈഫിൽ നടന്ന സപ്പോർട്ടീവായിട്ടുള്ള ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റില്ല. ഓരോരോ ഇൻസ്റ്റൻസിലും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇന്ന് വരാൻ നേരത്ത് കുട എൻ്റെ അടുത്തില്ല, ഞാൻ വെളിച്ചെടുത്ത് കുട വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ വെളിച്ചം എനിക്ക് കവറും കൂടെ കൊണ്ടുതന്നു, മഴ നനഞ്ഞാൽ ഇടാൻ കവറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഓരോരോ മൊമെന്റിലും എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വലിയച്ഛൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നറിയോ, ഈ മുതിർന്നവർക്ക് ഈ കുട്ടികളോട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒന്ന് താഴുക എന്നല്ല, അവരോട് എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ഭയങ്കര മടിയാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇപ്പം പറഞ്ഞപ്പോഴത്തേക്കിന് ഒരു കുട്ടിയോട് ചോദിച്ച് മനസ്സിലാക്കുക പറയുന്നത് ഒരു വളർച്ച തന്നെയാണല്ലേ. അത് ഒരു കൊല്ലം മുന്നേ 83ാമത്തെ വയസ്സിലാണ് സ്മാർട്ട് വാച്ച് വാങ്ങിച്ചത്. ഇപ്പൊ സ്മാർട്ട് വാച്ചിലാണ്, ഫോൺ വന്നാൽ വാച്ചിൽ അറ്റൻഡ് ചെയ്യുകയൊക്കെ ചെയ്യും. ഇതിനിടയ്ക്ക് പറഞ്ഞൊരു ചെറിയ കാര്യം എനിക്ക് ഭയങ്കര ഒരു അതെന്തെങ്കിലും ഫൺ മൊമെന്റുകൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല. അതായത് നമ്മൾ എല്ലാവരുടെയും വീട്ടിൽ പ്രണയം പിടിക്കും, മറ്റേ ഭയങ്കര പ്രശ്നമാവാറുണ്ട്. പക്ഷെ അതൊക്കെ ആ സമയത്ത് ഭയങ്കര വലിയ ഇഷ്യൂസ് ആയിരിക്കും. പക്ഷെ തിരിഞ്ഞു നോക്കുമ്പോഴത്തേന് നമുക്ക് ചിരി വരും അല്ലേ. അതായത് നമ്മൾ ഒരു സമയത്ത് കരഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോൾ ചിരിക്കും, അന്ന് ചിരിച്ച കാര്യങ്ങളൊക്കെ പിന്നീട് ഓർത്ത് കരയും, അങ്ങനെയൊക്കെയാണ് ലൈഫ്. അപ്പോൾ അങ്ങനെ ആ സമയത്ത് പ്രണയങ്ങളൊക്കെ പിടിച്ചിട്ട് ഭയങ്കര പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ടോ വീട്ടിൽ? പ്രശ്നമൊക്കെ ഉണ്ടായിട്ടുണ്ട്. വീട്ടിലിപ്പോൾ ഇത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂച്ചേണ്ടതെന്നുള്ള ആഗ്രഹിക്കൊന്നുമില്ലല്ലോ. പറയേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രശ്നമൊക്കെ തന്നെയായിരുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ആ ഒരു കാലഘട്ടത്തിൽ നടന്ന ഒരു കാര്യത്തിലും എനിക്ക് റിഗ്രറ്റ് ഇല്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ. കാരണം അതൊക്കെയാണ് ഇന്നത്തെ എന്നെ മാറ്റിയെടുത്തത്. വീട്ടിലെ പ്രശ്നം തന്നെയായിരുന്നു. ഓക്കെ. അപ്പോൾ ഞാൻ ഐശ്വര്യയുടെ റീസെൻറ്റ് വീഡിയോസ് കണ്ടപ്പോഴത്തേക്കിനും 1.5 വർഷം മുമ്പാണ് നാട്ടിൽ നിന്ന് പോയത്. അതിനുശേഷം പിന്നെ 1.5 വർഷം ശേഷം ഇപ്പോഴാണ് വരുന്നത്. അപ്പോൾ എന്തോ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്, അല്ലെങ്കിൽ ലൈഫിൽ അത്രയും ഒരു ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ ഡ്രീം ആണെന്നൊക്കെ ഐശ്വര്യയുടെ വീഡിയോയോട് പറഞ്ഞിട്ടുണ്ട്. എന്തായിരുന്നു ആ ഒരു കാര്യം? കാരണം 1.5 വർഷത്തിന് ശേഷം വന്നിട്ട് അത്ര എക്സൈറ്റഡോട് നാട്ടിലേക്ക് വരാനുള്ളൊരു ആ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്തായിരുന്നു? ആ കാര്യം വെല്ലച്ചൻ്റെ പിറന്നാൾ തന്നെയായിരുന്നു. 84ാം പിറന്നാള് ഇങ്ങനെ ചിലവരൊക്കെ നന്നായിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. ഞാൻ 84ാം പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യുന്നു പറഞ്ഞപ്പോൾ പലർക്കും ക്വസ്റ്റ്യൻ ആണ്, 80 സെലിബ്രേറ്റ് ചെയ്യും, 70 സെലിബ്രേറ്റ് 84 എനിക്ക് തോന്നുന്നു 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടിട്ട് ഒരാളുടെ ലൈഫിൽ കാണേണ്ട ഒരു കണ്ടിട്ടുണ്ടോ വെല്ലച്ചെന്ന് എനിക്കറിയില്ല. പക്ഷെ 84 കൊല്ലം ജീവിച്ച് കഴിയുമ്പോഴേക്ക് നമ്മൾ 1000 പൂർണ്ണചന്ദ്രന്മാരെ കണ്ടു കഴിയും എന്നാണ് പറയുക. അപ്പോൾ 84 പലരും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. വെല്ലച്ചൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു കാര്യവും വെല്ലച്ചന് വേണ്ടി ഗ്രാൻഡായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 84ാം പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര നിർബന്ധമായിരുന്നു. അതുകൊണ്ട് ഞാൻ അമ്മേനെയും അച്ഛനെയും എല്ലാവരെയും കൊട്ടി ആഘോഷിച്ച് ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് തുടങ്ങിയതാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അത് നല്ല ഗ്രാൻഡാക്കി ചെയ്തു. വളാഞ്ചേരി കണ്ടിട്ടുള്ള
ഏറ്റവും വലിയൊരു 84 പിറന്നാളായിരിക്കും എനിക്ക് 800 ആൾക്കാരുള്ള പരിപാടിയായിരുന്നു. അത്രയും വലിയ ഫംഗ്ഷൻ ആയിരുന്നു. വെല്ലച്ചന് ഒരു പരിപാടി അടിപൊളിയാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെല്ലച്ചന് വേണ്ട എല്ലാ ആൾക്കാരും വരിക എന്നുള്ളതാണ്. എല്ലാവരെയും ഭയങ്കര എന്തൂസിയാസ്റ്റിക് ആയിട്ടിരുന്ന് ഇൻവൈറ്റ് ചെയ്ത് എല്ലാവരും പരിപാടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. വിളിച്ച എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ പരിപാടി ഗംഭീരമായോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞതാണ് എല്ലാവരും വന്നു. കാരണം എനിക്ക് തോന്നുന്നു കുറച്ചായിട്ട് വെല്ലച്ചൻ കുറച്ച് വയസ്സായിട്ട് പുറത്തേക്കുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളിലും ഒക്കെ ഡിപ്പെൻഡൻസി ഉണ്ടല്ലോ. ആരെങ്കിലുമൊക്കെ കൊണ്ടുപോകണം, അല്ലെങ്കിൽ വെളിച്ചൻ ഓട്ടോ വിളിച്ചു പോയിരുന്നു. ഇപ്പം അച്ഛനോ അങ്ങനെ ആരുടെങ്കിലും ഒപ്പമാണ് വെളിച്ചം പോകുന്നത്. അപ്പോൾ എല്ലാവരെയും കാണുക എന്നുള്ളത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ ഒപ്പം പഠിച്ച ആൾക്കാർ, സ്റ്റുഡൻസ്, എല്ലാവരെയും കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. കുറേ കാര്യപ്പെട്ട ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വെളിച്ചം കുറേ കാലം രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വെളിച്ചം ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കേരള ശാസ്ത്രവേദിയിലൊക്കെ ഭയങ്കരമായിട്ട് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ് വെളിച്ചൻ. വെളിച്ചൻ്റെ ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസം മലയാള മനോരമ വന്നിട്ട് എടുക്കുകയും. ഓക്കെ, അപ്പം ഈ ഒരു പ്രോഗ്രാം തന്നെ ആയിരിക്കും വെല്ലിച്ചിന് കൊടുക്കുന്ന സമ്മാനം അല്ലേ? ഓക്കെ, നമ്മൾ ഒരുപാട് വലിയ വലിയ ചർച്ചകളിലേക്ക്, സീരിയസ് ടോക്കിലേക്ക് പോയി. നമ്മുടെ ഐശ്വര്യ ഭയങ്കരമായിട്ട് ഇമോഷണലായി. ഞാനപ്പോൾ ഐശ്വര്യ ഒന്ന് കുറച്ചെടുത്ത് വേറൊരു മൂഡിലേക്ക് കൊണ്ടുപോട്ടെ. അപ്പം ഞാൻ ഐശ്വര്യയുടെ കുറച്ച് പഴയ വീഡിയോസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഞാനത് കാണിക്കാം. എനിക്ക് കുറച്ച് ലൈവ് റിയാക്ഷൻസ് വേണം. ആ ഒരു അത് കിട്ടാൻ ബുദ്ധിമുട്ട്. ഞാൻ തന്നെ ഇടയ്ക്കിടയ്ക്കെടുത്ത് കാണാറുണ്ട്. എന്നാലും അതിന്റെ എന്തെങ്കിലും ഒരു മെമ്മറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ, ആ വീഡിയോക്കുള്ള റിയാക്ഷൻ തന്നെ. ഓക്കെ, മുഖം കണ്ടിട്ട് ചെക്കന്മാർ ചോദിക്കാനു, അല്ല നിങ്ങൾ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് നേരിട്ട് വരികയാണോ നീ? ഇഞ്ച മുഖം ഇങ്ങനെ കണ്ണാടി പോലെ തെളിഞ്ഞിട്ട് അപ്പുറത്ത് നിൽക്കണ ചെക്കന്മാരെ കണ്ണിന് മഞ്ഞൾ ചോ കഴിഞ്ഞു. നീ ജോലിനെ പറ്റി. എനിക്ക് ഭയങ്കര ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു ക്യാരക്ടറായിരുന്നു പാത്തു എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ പറഞ്ഞിട്ടാവില്ല, സിനിമയിൽ ക്യാരക്ടർ ചെയ്ത പോലെ ഞാൻ രാത്രി എൻ്റെ വീട്ടിൽ ട്യൂബ് ലൈറ്റിൻ്റെ അടിയിൽ നിന്ന് ക്യാരക്ടറിനെ ചെയ്ത് പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ചെയ്യാൻ. ഒന്നാമത് ഞാനൊരു റിയൽ മലപ്പുറംകാരിയാണ്. എനിക്ക് മലപ്പുറം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര. ശരിക്കും മലപ്പുറം ഭാഷയാണോ ഈ നമ്മളിതിനകത്തൊക്കെ കാണുന്നത്? എനിക്ക് മലപ്പുറം കഴിഞ്ഞിട്ടാണ് എനിക്ക് എന്തുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നോട് ഒരാൾ മലപ്പുറം ഭാഷയിൽ സംസാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് വീടെത്തിയ പോലെയൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടിക്ടോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് ചെയ്തത് രാത്രി 2:30-ഓ 3 മണിക്കോ ആയിരിക്കും. കാരണം വീട്ടിൽ നിന്ന് സ്ട്രിക്റ്റ് ഓർഡർ ഉണ്ടായിരുന്നു ടിക്ടോക്ക് ചെയ്യരുത് എന്നുള്ളത്. അപ്പോൾ ഇവരെല്ലാം ഉറങ്ങിയിട്ട് വേണമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉറങ്ങി എല്ലാവരുടെയും ഉറക്കമൊക്കെ ഉറപ്പാക്കിയതിന് ശേഷം ട്യൂബ് ലൈറ്റ് ഒക്കെ വെച്ച് നമ്മൾ ചെയ്യും. അങ്ങനെ ചെയ്തൊരു വീഡിയോ. അധികം വീഡിയോസിന്റെയും ബാക്ക്ഗ്രൗണ്ട് ഇതായിരിക്കും, ആ ഒരു ലൈറ്റിങ്ങും ആയിരിക്കും. കാരണം ആ ഒരു സമയത്ത് ചെയ്ത വീഡിയോസാണ്. ഇപ്പം ഒരു മലപ്പുറംകാരിയായിട്ടും നമ്മുടെ സ്ലാങ് കുറച്ച് ന്യൂട്രലാണ്. ഇപ്പം ഐശ്വര്യയുടെ സ്ലാങ് ആ മലപ്പുറം ഭാഷയിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് കേട്ടാൽ കൊള്ളാവുന്നുണ്ട്. അത് അറിയാമോ? ഐ മീൻ അത് മലപ്പുറം പിന്നെ ഇവിടെ മലപ്പുറം ഭാഷ. എന്റെ നാട് പത്തനംതിട്ട, ഞങ്ങൾ ഈ ഒരു സ്ലാങ് വ്യത്യാസം ഒന്നുമില്ല ഏകദേശം. എന്റെ വീട്ടില് പക്ഷെ ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന പോലെയാണ് സംസാരിക്കുക. പക്ഷെ എന്നോടൊരാള് മലപ്പുറം ഭാഷയിൽ സംസാരിക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ച് നല്ല മലപ്പുറം ഭാഷ വരും. അതൊന്ന് പറയോ? എന്തെങ്കിലും ഒന്ന് കുറച്ചൊരു വേർഡ്സ് ഒക്കെ, അല്ല എന്തെങ്കിലും ഒരു കാര്യം പറയോ മലപ്പുറം ഭാഷ? അങ്ങനെ ഭയങ്കര ഒതന്റിക് ആയിട്ടുള്ള മലപ്പുറം ഭാഷ എനിക്ക് വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ഫേക്ക് സിറ്റുവേഷനിൽ വരുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. അതല്ലാതെ ഒരാൾ എന്നോട് ചോദിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കേണ്ടത്? എന്തെങ്കിലും ചോദിച്ചു. എനിക്ക് അതെങ്ങനെ എനിക്കും അറിയാൻ പാടില്ല മലപ്പുറം ഭാഷ. എന്താണ് പറയേണ്ടത്? എന്റെ ഫ്രണ്ട് അൽക്കവിടെ ഇരിക്കണ്ട, അവള് ഭയങ്കര അഹങ്കാരത്തിലായിരിക്കുന്നു ഞാൻ പറയാം. ഓൾക്ക് ഭയങ്കര പവറാണ്. കണ്ടോ അൽക്കാ പറയുന്നത് കേട്ടോ. ഓക്കെ, ശരി. അപ്പൊ അടുത്ത വീഡിയോ ഞാൻ കാണിക്കവേ. കല്യാണം കഴിച്ചതേ ടിക്ടോക്ക് ചെയ്യാൻ. അതാണ്, അതായത് ആ നമ്മൾ തിരക്ക് പിടിച്ച ദിവസം കല്യാണമായിരിക്കും, അതിന്റെ ഇടയ്ക്ക് സമയം ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു. എനിക്ക് കല്യാണം റെഡിയായി കഴിഞ്ഞ് ഒരു അരമണിക്കൂർ എനിക്ക് വീഡിയോ എടുക്കാനും ഒക്കെ വേണം. അത് ടിക്ടോക്ക് എടുക്കാനല്ല, വീഡിയോ എടുക്കാൻ വേണം. പിന്നെ ഇതൊക്കെ ഞാൻ നേരത്തെ സേവ് ചെയ്ത് വെച്ചായിരുന്നു. ആകെ ഒരു ദിവസം കിട്ടുന്നുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ 2000-2500 ആൾക്കാർ വരിയെങ്കിലും ചെയ്യുന്ന ഒരു അരമണിക്കൂറെങ്കിലും എനിക്ക് വേണ്ടി ചെയ്യാലോ. അപ്പോ അങ്ങനെ എടുത്തയാണല്ലേ. ഓക്കെ, അടുത്ത വീഡിയോ. അയ്യോ ഞാനല്ല, ഈ മുത്തച്ഛന് മസാല ദോശ എന്താ ചെയ്തു? ഇത് വീട്ടില് രാത്രി 2 മണിക്കുള്ള ടിക്ടോക്കും ബാൻ ചെയ്തു. പൊക്കിയ ഒരു ദിവസം അമ്മ ഡോറ് വന്ന് തുറന്നപ്പോ ഞാൻ മുല്ലപ്പൂവൊക്കെ വെച്ച സെറ്റ് സാരിയൊക്കെ എടുത്ത് നിൽക്കുന്നു. അമ്മയ്ക്ക് എന്താണെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല. അതോടുകൂടെ അമ്മ കിടത്താൻ എൻ്റെ അടുത്തോട്ട് മാറ്റി.
എന്തോ കുഴപ്പമുണ്ട് കുട്ടിക്ക്. രാത്രി 2 മണിയുടെ ടിക്ടോക്ക് അതോടുകൂടെ നിന്നു. അപ്പൊ പിന്നെ അമ്മയും അച്ഛനും സ്കൂളിൽ പോകുമ്പോൾ തറവാട്ടിൽ പോയിട്ട് ഉമ്മർത്തിരുന്നിട്ട് ചെയ്യുമായിരുന്നു. അതാണത്. പിന്നെ അമ്മമ്മയും വിലച്ചനും വല്ലാതെ ഈ കാര്യത്തിൽ ഇടപെടൊന്നും ചെയ്യാറില്ല. അപ്പോൾ അവിടെ ഉള്ള ഡപ്പയിൽ നിന്ന് കുറച്ച് അരി എടുത്തിട്ട് വന്ന് ചെയ്തൊരു കാര്യമാണ്. ഇങ്ങനെ രാത്രിയിലൊക്കെ സത്യമാണ്, ഇങ്ങനെ രാത്രിയിലൊക്കെ പെട്ടെന്ന് കയറി വരുമ്പോഴേ മോള് മുല്ലപ്പൂക്കെ ആയിട്ട് സാരി എടുത്തേക്കുമ്പോഴത്തേ ഇവരെപ്പോഴും ചോദിച്ചിട്ടുണ്ട് ഇവർക്ക് ഇതിന് പ്രശ്നമുണ്ടോ. എനിക്ക് എന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള അവർക്ക് ആദ്യം അറിയായിരുന്നു. അതുകൊണ്ട് മുഖത്ത് നോക്കി ചോദിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നില്ല. ഇല്ല. ഓക്കെ, അടുത്തത്. വീഡിയോ ഞാൻ തന്നെ മറന്നു പോയിരിക്കുന്നല്ലോ. ഇതിൽ ഞാൻ ഇങ്ങനെ സോങ് ഒക്കെ കൊടുത്തേ ഉള്ളൂ. എന്റെ അഭിപ്രായത്തിൽ, എന്റെ ചിന്തയിൽ ഞാൻ എന്നും സുന്ദരിയായിരുന്നു. ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് ഇപ്പൊ അത് BGM ഒക്കെ കിട്ടുന്നേ ഉള്ളൂ. പക്ഷെ അന്നത്തെ എന്റെ മനസ്സിൽ ഞാൻ അന്ന് നല്ല സുന്ദരിയായിരുന്നു. ലാസ്റ്റ് കണ്ട ഫോട്ടോ അന്ന് വരെ ഞാൻ എന്റെ മനസ്സിൽ സുന്ദരി തന്നെയായിരുന്നു. പിന്നെ പൊലിപ്പിക്കാൻ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇടണമെന്ന് വിചാരിച്ച് കൊടുത്തൊരു വീഡിയോ ആയിരിക്കും അത്. അയ്യോ, രസമുണ്ട്. അപ്പൊ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഇങ്ങനെ കൊടുക്കുമ്പോഴേ അത് നമുക്ക് പേഴ്സണലി ട്രാൻസ്ഫോർമേഷൻ വരുത്തിയതൊന്നും അല്ല. ഇപ്പോ ഒന്നാമത് ക്യാമറ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തു, രണ്ടാമത് ഫിൽറ്റർ വന്നു, മൂന്നാമത് നമ്മൾക്ക് നമ്മളെ എങ്ങനെ ഒരു ബെറ്റർ വേർഷനിലാക്കണം എന്നുള്ളത് മനസ്സിലായി, 4 ലൈറ്റിന്റെ സെറ്റപ്പ് മനസ്സിലായി. ഏതൊരാളും സുന്ദരിയാവും. അല്ലാതെ ഇതൊക്കെ മതി. ഈ 5 ഫാക്ടേഴ്സ് ഉണ്ട് ആർക്കും എപ്പോഴും വീഡിയോ ചെയ്യാം. ഓക്കെ, അടുത്ത ലൈഫിൽ ഉണ്ടായ ഒരു ഇൻസിഡന്റ് വെച്ചിട്ട് ഞാൻ ചെയ്തൊരു കാര്യമായിരുന്നു. ഇപ്പൊ നമുക്ക് ടൈമർ വെച്ച് ബാക്കിൽ വന്ന് നിൽക്കുക അങ്ങനെയൊക്കെ അറിയാലോ. മുന്നൊരു പ്രാവശ്യം ഞാൻ വീട്ടിൽ ഇത് ചെയ്തിരുന്ന സമയത്ത് സെറ്റപ്പ് ചെയ്ത് ഓടി പനീൻ എൻ്റെ ഓടി. അപ്പോൾ അതിലെനിക്ക് തോന്നിയ ഒരു കാര്യം വിഷ്ണുവിനെ വെച്ച് റീക്രിയേറ്റ് ചെയ്തല്ലേ. അതേപോലെ വിഷ്ണുവിടെ ഒരു വീഡിയോ കൊണ്ടുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതും ഇതുപോലെ റീക്രിയേറ്റ് ആയിരുന്നു. അല്ല, ഇത് ഞാൻ ചെയ്തത് തന്നെയാണ്. എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ വിഷ്ണു ആ റൂമിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാലല്ലേ വിഷ്ണുവിനോട് വേറെ എന്തെങ്കിലും ഒരു വീഡിയോ നമുക്ക് ചെയ്യണമെങ്കിൽ പറ്റുള്ളൂ. ഇതവിടെ പോയി ഞങ്ങൾക്ക് വേണ്ടി ഒരു വീഡിയോ എടുത്തു. പുള്ളിക്കും വലിയ ഡിസ്റ്റർബൻസ് ഇല്ല, എനിക്ക് വലിയ ഡിസ്റ്റർബൻസ് ഇല്ല. ഓക്കെ, ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ആ കല്യാണത്തിൻ്റെ വീഡിയോ ഇല്ലേ, ഇപ്പം എന്ന് വെച്ചാൽ ഒരു ഓർണമെന്റ്സും ഐശ്വര്യ ഇടാറില്ല. ആ സമയത്ത് വെച്ചാൽ നമ്മുടെ ആ ഒരു സമയത്ത് കല്യാണത്തിന് നിറയെ സ്വർണ്ണാഭരണങ്ങളൊക്കെ ഇട്ടിട്ടുള്ളൊരു വധുവിനെ പോലെ ടിപ്പിക്കൽ വധു. അപ്പോൾ ഇപ്പം എന്ന് വെച്ചാൽ കുറേ ചേഞ്ചസ് ആയി, തോട്ട്സ് മാറി, കാര്യങ്ങൾ മാറി. അപ്പോൾ ഇപ്പോഴായിരുന്നു കല്യാണമെങ്കിൽ ഓർണമെന്റ്സ് ഒക്കെ യൂസ് ചെയ്യുമായിരുന്നു. നടക്കില്ലായിരുന്നു കല്യാണം. നടക്കത്തില്ലായിരുന്നോ? ഞാൻ ഇപ്പൊ 2 ദിവസം മുന്നേ കൂടെ അമ്മേൻ്റെ പറഞ്ഞിട്ട് അന്ന് കല്യാണം കഴിച്ചത് നന്നായി. ഇല്ലെങ്കിൽ എന്റെ കോൺസെപ്റ്റ് അനുസരിച്ച് ഇപ്പൊ ഒരു കല്യാണം ചിലപ്പോ എന്റെ വീട്ടുകാരുടെ ഒപ്പം നടക്കാൻ പറ്റില്ലായിരുന്നു. ഓർണമെന്റ്സ് ഇടാൻ എനിക്ക് അന്നും താല്പര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഒരിക്കലും എൻ്റെ ലൈഫിൽ ഭയങ്കരമായിട്ട് ഓർണമെന്റ്സ് അങ്ങനെ യൂസ് ചെയ്തിട്ടുള്ള ഒരാളൊന്നും അല്ല. ചെറിയ കുട്ടിയാകുമ്പോൾ വല്ല മുത്തുമാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളൂ. പിന്നെ കല്യാണം ആവുമ്പോൾ ഈ പറഞ്ഞതുപോലെ എനിക്ക് വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എൻ്റെ പേരൻസിനും എൻ്റെ ഫാമിലിക്കും വേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. എനിക്ക് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്കും വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ ഞങ്ങൾ രണ്ടുപേരും കോംപ്രമൈസ് ചെയ്ത് മ്യൂച്വലി എത്തിപ്പെട്ട, അതായത് മേക്കപ്പ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ കല്യാണത്തിന് മുന്നേ ഷൂട്ട് ചെയ്യാൻ തരിക എന്നുള്ളത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മനസ്സിലാവുന്ന കാര്യമൊന്നുമല്ല. അതവർ തന്നപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഓർണമെന്റ്സ്, അതിലൊരു ഓർണമെന്റ്സ് ഞാൻ എടുത്തിട്ടില്ല. എൻ്റെയും അമ്മയുടെയും പേരിൽ നമ്മൾ ലോക്കറിൽ വെച്ചിട്ടുള്ളതാണ്. അത് ഫാമിലിയിൽ ആർക്ക് എന്ത് ആവശ്യം വന്നാലും ഉപയോഗിക്കേണ്ട രീതിയിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. അല്ലാതെ അത് ഞാൻ എൻ്റെ ഗോൾഡായിട്ട് എടുക്കണമെന്നും എനിക്ക് ഒട്ടും എൻ്റെ എത്തിക്സിനെ യോജിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഈ 5 വർഷം ഇപ്പോൾ അതാണ് ചോദിക്കാൻ വന്നത്. ഒരുപാട് നമ്മുടെ തോട്ട്സ് ചേഞ്ച് ആയി. അപ്പം ഇപ്പം തന്നെ പറഞ്ഞു ഇപ്പോഴാണെങ്കിൽ ഇതൊന്നും നടക്കാൻ പോകുന്നില്ല. അപ്പം ഇപ്പം എന്താണ് ആ ഒരു തോട്ട് പ്രോസസ്സിലൊക്കെ വന്ന മാറ്റം? എന്താണ് ഒരു കോൺസെപ്റ്റിലൊക്കെ? ഫിനാൻഷ്യലി സ്റ്റേബിളായി. അന്ന് അമ്മയുടെയും അച്ഛൻ്റെയും ചിലവിലായിരുന്നു. അപ്പോൾ ഇപ്പം കയ്യിൽ പൈസ ഉണ്ടെങ്കിലാണ് നമുക്ക് കുറേ ഡിസിഷൻസ് നമുക്ക് വേണ്ടിയിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ എല്ലാവരുടെ ഇപ്പം എൻ്റെ കല്യാണം മുഴുവൻ ഞാൻ തന്നെ നടത്തുകയാണെങ്കിൽ എനിക്ക് തീരുമാനിക്കാം. പക്ഷെ എൻ്റെ കല്യാണം ഞാനും അമ്മയും അച്ഛനും കൂടെയാണ് നടത്തിയത്. കുറച്ച് എൻ്റെ കയ്യിലുണ്ടായിരുന്ന പൈസയും ബാക്കി അവരും. അപ്പോൾ ഇന്ന് കരുതി ഞാൻ കൊടുത്ത പൈസയ്ക്ക് വേണ്ട ഡിസിഷൻ ഞാൻ എടുത്തു എന്നല്ല കേട്ടോ. ഇത് എൻ്റെ കല്യാണം എന്ന് ഞാൻ ചിന്തിക്കുന്ന പോലെ തന്നെ അവരുടെ ആകെയുള്ളൊരു മോളുടെ കല്യാണമാണ്. അവർക്കിനി വേറൊരു മോളുടെ കല്യാണം നടത്താനില്ലല്ലോ. അപ്പോൾ ഞാൻ അവരെന്നെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനമാണ് നമ്മളെടുത്തത്. പിന്നെ ഇപ്പം എടുക്കുന്ന തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ തീരുമാനങ്ങളിൽ അധികം ആരും ഇൻവോൾവ് ആവാറില്ല. അതിന് വന്നൊരു മെയിൻ മാറ്റം ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിളായി എന്നുള്ളത് തന്നെയാണ്. നമ്മൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയാൽ തന്നെയാണ് നമ്മുടെ കുറേ അഭിപ്രായങ്ങളിൽ ആൾക്കാർ വന്ന് ഇടപെടാതെ ഇരിക്കുള്ളൂ.
എന്നാണ് എനിക്ക് തോന്നണത് കേട്ടോ. എനിക്കറിയില്ല, എൻ്റെ ഒരു എക്സ്പീരിയൻസ് എൻ്റെ ലൈഫ് വെച്ചിട്ട് എനിക്ക് എങ്ങനെയാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ഒരു ഇപ്പോഴായിരുന്നു നമ്മൾ ഐശ്വര്യ കല്യാണം കഴിക്കുന്നെങ്കിൽ അതൊരു രജിസ്റ്റർ മാരേജോ അല്ലെങ്കിൽ ഒരു മിനിമൽ ഒരു ഡെസ്റ്റിനേഷൻ വെഡിങ് ഒക്കെ ആവുക. ഡെസ്റ്റിനേഷൻ വെഡിങ് ആയിരിക്കില്ല, കാരണം അത്രയ്ക്ക് എല്ലാവരും കൂടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ടുപോയിട്ട് നടത്താനുള്ള പൈസ എന്തെങ്കിലും ഉണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഒരു ഇന്റിമേറ്റ് വെഡിങ് ആയിരിക്കും ചിലപ്പോൾ. ഇത് എൻ്റെ മാത്രമല്ല, കല്യാണം കഴിക്കുന്ന ഇപ്പൊ വിഷ്ണുവിനെ തന്നെയാണ് ഞാൻ ഇപ്പൊ കല്യാണം കഴിക്കുന്നെങ്കിൽ, ഇപ്പൊ വിഷ്ണുവിന്റെ ആഗ്രഹം ഒരു 10-200 ആൾക്കാരെ വിളിച്ചിട്ടുള്ള കല്യാണമാണെങ്കിൽ പറ്റില്ല, ഇന്റിമേറ്റ് വെഡിങ് വേണമെന്ന് പറഞ്ഞാൽ നടക്കില്ലല്ലോ. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ മ്യൂച്വലി ഡിസൈഡ് ചെയ്തിട്ടുള്ള ഒരു തീരുമാനം എടുക്കുമായിരിക്കും. ഇപ്പൊ നമ്മുടെ യൂട്യൂബ് ലോകത്തേക്ക് വരുവാണെങ്കിൽ ഈ തനിമലയാളി എന്നുള്ളൊരു പേരില് ഒരു യൂട്യൂബ് ചാനൽ, ആ തോട്ട് എവിടെ നിന്നായിരുന്നു? ഓക്കെ, പല പല പേരുകൾ നമുക്ക് ചൂസ് ചെയ്യാം, തനിമലയാളി എന്നുള്ള പേര് ചൂസ് ചെയ്യാൻ എന്തായിരുന്നു കാരണം? ഒരു കാരണവുമില്ല, ചൂസ് ചെയ്തു, അത്രേ ഉള്ളൂ. ഒരു ദിവസം ബെഡിൽ രാത്രി ചുമ്മാ കിടക്കുകയായിരുന്നു, എല്ലാവരും വന്ന് പേര് മാറ്റുന്ന ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സമയമായിരുന്നു. എല്ലാവരും സ്വന്തം പേരല്ലാതെ വേറെ എന്തെങ്കിലും, ഇപ്പൊ തോന്നുന്നില്ല അധികം ആൾക്കാർ അങ്ങനെ ഒരു പേരൊന്നും അങ്ങനെ, എല്ലാവരും അവരുടെ പേര് വെച്ചിട്ട് തന്നെയാണ്. പക്ഷെ 2016-17 സമയ കാലഘട്ടങ്ങളിൽ എനിക്ക് തോന്നുന്നു എല്ലാവരും വേറൊരു പേരും കൂടെ ചാനലിൽ വെക്കുക. ഞാൻ കുറേ അന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അന്ന് വിഷ്ണുവിനായിട്ടായിരുന്നു ഞാൻ കോളിൽ തോന്നുന്നു. ഞാനങ്ങനെ ചോദിച്ചു, എൻ്റെ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നു, ഒന്ന് തനി മലയാളി അല്ലെങ്കിൽ തഗ് മലയാളി. തഗ് മലയാളി ഞാൻ വിഷ്ണുവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്നെ ഇട്ടിട്ട് ഓവറാക്കണ്ട, ആൾക്കാർ കയറി ട്രോൾ ചെയ്ത് ഇതാക്കും, തനി മലയാളി ഒരു രസമില്ല, ഇടണ്ട എന്ന് വിഷ്ണു പറഞ്ഞായിരുന്നു. പിന്നെ എനിക്കെന്തോ ഇടണം തോന്നി, ഞാൻ ഇട്ടു, അത്ര ഇട്ടു. അല്ലാതെ അതിൻ്റെ പിന്നിലൊരു ചിന്ത ഒന്നും അങ്ങനെ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇപ്പം പറയുകയാണെങ്കിൽ വേണമെങ്കിൽ പറയാം, മനസ്സുകൊണ്ട് ഞാൻ എന്നൊരു മലയാളി. ഓക്കെ, അപ്പൊ ഈ നാട്ടിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേന് ഇപ്പൊ കഴിഞ്ഞ ഒരു ഇന്റർവ്യൂ പറഞ്ഞു കേട്ടു, എനിക്ക് അന്നും ഇന്നും നാടാണ് ഇഷ്ടം എന്നുള്ളത്. അപ്പൊ നാട്ടിൽ നിന്ന് പോയി കഴിയുമ്പോഴത്തേന് അങ്ങനെ മിസ് ചെയ്യുന്നതിലൊക്കെ ഒരു കാര്യമുണ്ടോ മെയിനായിട്ടൊക്കെ? കാരണം നാട്ടിൽ വരുമ്പോഴേ നമ്മൾ ആ മണമായിരിക്കുമല്ലോ ആദ്യം എടുക്കുന്നില്ല നമ്മുടെ നാട്ടിൽ. ഇപ്പൊ ഞാൻ ഇവിടുന്ന് എന്റെ നാട്ടിൽ പോകുമ്പോൾ തന്നെ ഞാൻ ചെല്ലുമ്പോഴേ നാടിന്റെ ഒരു കാറ്റിന് പ്രത്യേകതയുണ്ട്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മിസ് ചെയ്യുന്നൊരു കാര്യമുണ്ടോ? മിസ് ചെയ്യുന്ന കാര്യം ഈ പറഞ്ഞതുപോലെ മിസ്സിങ് എന്ന് പറയുന്നത് എല്ലാവർക്കും പല സ്റ്റേജ് ഓഫ് ലൈഫിലും പല മിസ്സിങ്ങും വരും. മിസ് ചെയ്യുന്ന കാര്യത്തെ പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് മുന്നോട്ടൊരു പോക്കുണ്ടായിരിക്കില്ല. മിസ് ചെയ്യുന്ന കാര്യത്തിന്റെ ഒപ്പം തന്നെ നമുക്ക് അന്ന് ലൈഫിൽ നടക്കാത്ത പല കാര്യങ്ങളും ഇപ്പൊ നടക്കുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ട് ചിന്തിച്ച് സന്തോഷിക്കുക എന്നുള്ളതിലാണ് എനിക്ക് കാര്യം തോന്നുന്നത്. നമ്മൾ എന്ത് മിസ് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ആലോചിച്ച് വിഷമിച്ചിരിക്കും. എനിക്ക് ഈസിലി അങ്ങനെ വിഷമിച്ചിരിക്കാം, പക്ഷേ അന്ന് എൻ്റെ ജീവിതത്തിൽ നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നതിൽ ഞാൻ ആലോചിച്ച് സന്തോഷിക്കുകയും കൂടെ ചെയ്തുകൂടെ. അപ്പോൾ മിസ് ചെയ്യാറുണ്ട്, പക്ഷേ ഭയങ്കര ഒരു വെയിറ്റേജ് പർപ്പസ്ലി ഞാൻ അതിൽ കൊടുക്കാറില്ല. അതെന്തിനാണ് ഞാൻ എന്നെ സെൽഫ് ഹേർട്ട് ചെയ്യുന്നത്? ഇപ്പോൾ പല ടൈപ്പ് ഓഫ് വ്ളോഗേഴ്സിനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ എനിക്കൊന്ന് മെയിനായിട്ട് എല്ലാവരും ഐശ്വര്യയുടെ വീഡിയോസ് കാണുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഈ സ്മൂത്തീസിന്റെ കാര്യം തന്നെയാണല്ലേ. അപ്പൊ വെറൈറ്റി ഓഫ് സ്മൂത്തീസ് ഞാൻ തന്നെ ഇത് കണ്ടിട്ടുണ്ട്. ഇപ്പം ഐശ്വര്യ പേഴ്സണലി പരിചയപ്പെടുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇത് പക്ഷെ കണ്ടോണ്ടിരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കാറൊന്നും ഇല്ലെങ്കിലും ഇത് കാണുന്ന പണ്ടോട്ട് രസമാണല്ലോ. അപ്പൊ ആ ഒരു ഇതൊക്കെ ഇങ്ങനെ ചെയ്യാൻ ലൈഫിന്റെ പാർട്ട് ആയപ്പോഴത്തേക്കും ചെയ്തു തുടങ്ങിയതാണോ? അങ്ങനെയല്ല. ഇപ്പോൾ മാരേജ് കഴിഞ്ഞിട്ടാണ് ഞാൻ നെതർലാൻഡ്സിലോട്ട് പോകുന്നത്. ഇനീഷ്യൽ ഫേസിലൊക്കെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നില്ല. വിഷ്ണു ഓഫീസിൽ പോകുമ്പോൾ എനിക്ക് വലിയ ജീവിത ലക്ഷ്യങ്ങളൊന്നുമില്ല. അന്ന് ഇങ്ങനെ വല്ലപ്പോഴും എടുക്കുന്ന ടിക്ടോക്കാണുള്ളത്, അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ എടുക്കുന്ന റീലൊന്നും വന്നില്ല, ചുമ്മാ നമ്മളിങ്ങനെ പോസ്റ്റ് ചെയ്യുമല്ലോ, അതാണുള്ളത്. അതിനെനിക്ക് രാവിലെ നേരത്തെ എണീറ്റ് സ്മൂത്തി കുടിച്ച് ചെയ്യണമെന്നൊന്നുമില്ല. എനിക്ക് ഉച്ചയ്ക്ക് എപ്പോഴെങ്കിലും ഞാൻ നല്ല ലൈറ്റ് വരുമ്പോൾ 2 വീഡിയോ എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്യും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ രാവിലെ വിഷ്ണു പോകുമ്പോൾ എണീക്കാറുണ്ടായിരുന്നില്ല, ഒന്നും ചെയ്യാറുണ്ടായില്ല. എനിക്കന്ന് ജോലി നോക്കുന്ന സമയമാണ്, അന്നൊന്നും ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആസിഡിക് ഇഷ്യൂസ് എനിക്ക് വരാൻ വേണ്ടി തുടങ്ങി. ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്നുള്ളത് നിർബന്ധമായി തുടങ്ങി. അപ്പോൾ ഡെയിലി ഒന്നെങ്കിൽ ഓട്സ് അല്ലെങ്കിൽ കെലോക്സ് ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. എന്ത് സാധനമാണെങ്കിലും നമ്മൾ ഓവർ കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് എനിക്ക് തോന്നിയപ്പോൾ നമ്മൾ ഇതിനൊരു മാറ്റം വരുത്തണം എന്നുള്ളത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര എഫേർട്ട് എടുത്തിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും രാവിലെ ഉണ്ടാക്കൽ നമ്മുടെ ഒരു ലൈഫ് സ്റ്റൈൽ നടക്കില്ല. കാരണം എനിക്ക് ആ ഒരു സമയത്തൊക്കെ വർക്കിന് പോകേണ്ടി വന്നിരുന്നു. രാവിലെ 6:30 7 മണിക്കൊക്കെ ആയിരുന്നു. എനിക്ക് ഏകദേശം ഒരു 2.5-3 മണിക്കൂർ ട്രാവൽ ഉണ്ടായിരുന്നു എൻ്റെ ഓഫീസിലോട്ട്. അപ്പോൾ അതിന് മുന്നേ ഞാൻ എണീറ്റ് പുട്ടും കടലയും ഉണ്ടാക്കി വെച്ച് പോക്കൊന്നും നടക്കും, പക്ഷേ എനിക്ക് അത്ര ടഫാവണ്ട ലൈഫ്, കുറച്ച് റിലാക്സ്ഡ് ആയി പോയാൽ മതി. അപ്പോൾ മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടി ചെയ്തു തുടങ്ങിയതായിരുന്നു അന്നൊക്കെ. ഞാൻ തീരുമാനമെടുത്ത് എന്നും ഓട്സ് കഴിക്കില്ല, എന്ത് ബുദ്ധിമുട്ടാണത്, എന്നും ഒരേ സാധനം ഇതുപോലെ ചേർത്തൊരൊറ്റ കുടി. അപ്പോൾ അത് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചിട്ടാണ് ഇങ്ങനെ സ്മൂത്തി ഉണ്ടാക്കി തുടങ്ങിയത്. പിന്നെ ഒരു പ്രാവശ്യം ഞാനെന്തോ
വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തപ്പോൾ ആൾക്കാർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ ഉപയോഗിച്ചിരുന്ന കുറേയൊക്കെ റെസിപ്പീസ് ഞാൻ ഷെയർ ചെയ്തു. ഇപ്പം ഷെയർ ചെയ്യുന്നതെല്ലാം ഞാൻ അന്നേ ചെയ്തിരുന്ന കാര്യങ്ങളൊന്നുമല്ല. ആൾക്കാർക്ക് ഒരു വീഡിയോ കണ്ടന്റ് ഇഷ്ടപ്പെടുമ്പോൾ അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് വേണമെന്ന് പറയുമ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യും, നമ്മൾ പഠിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ട്രൈ ഒരു കാര്യം ഞാൻ ചെയ്യുന്നതിൻ്റെ മുന്നേ അറ്റ്ലീസ്റ്റ് 2 എവിടെയെങ്കിലും സ്പൂണിൽ കുടിച്ചോ കിട്ടോ എന്തെങ്കിലും പറ്റുന്നുണ്ട്. കാരണം ചുമ്മാ അങ്ങനെ നമ്മൾ റാൻഡം ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുന്നതല്ല. ഞാനൊരു ഡയറ്റീഷ്യനായിട്ട് അപ്പോയിൻമെൻ്റ് ഒക്കെ എടുത്തിട്ട് ചില ഫ്രൂട്ട്സ് മിക്സ് ചെയ്യാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിലോട്ട് എത്തുന്നത്. ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടമായപ്പോഴാണ് കൂടുതൽ വെറൈറ്റി ഓഫ് കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാൻ വേണ്ടി തുടങ്ങിയത്. അല്ലാതെ ആദ്യമേ വെറൈറ്റി ചെയ്ത് അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ഉള്ളൊരു യൂട്യൂബേഴ്സ് അല്ലെങ്കിൽ ഒരു കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനൊക്കെ നോക്കുവാണെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദി അവർക്ക് വ്യൂവർഷിപ്പ് തന്നെയാണ് മെയിൻ. ഇപ്പോൾ എല്ലാവർക്കും അത് തന്നെയാണ്. എങ്കിൽ പോലും ഈ ഇൻഫ്ലുവൻസേഴ്സ് യൂട്യൂബേഴ്സ് എന്ന് പറയുമ്പോൾ സോഷ്യലി റെസ്പോൺസിബിൾ കൂടെ ആണല്ലേ. പക്ഷെ അതൊക്കെ മറന്നിട്ടാണ് ഇപ്പോൾ പലരും പല വീഡിയോസും ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ഐശ്വര്യയോട് നോക്കുമ്പോഴത്തേന് ഐശ്വര്യ ഇപ്പോൾ പറഞ്ഞു ഞാനൊരു ഡയറ്റീഷ്യനെ കണ്ടിട്ട് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ട് അതിൻ്റെ ഒരു കുറച്ച് കാര്യങ്ങളും കൂടെ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. കാരണം അത്രത്തോളം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ ഇത്രയും പേരിൽ എത്തുന്നുണ്ടെന്നുള്ളൊരു ബോധമാണ് നമ്മളെ കൊണ്ട് ചിലപ്പോൾ അത് ചെയ്യിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ്. അപ്പോൾ അതൊരു ഭയങ്കരമായിട്ടും കീപ്പ് ചെയ്യാൻ നോക്കാറുണ്ടോ പലപ്പോഴും? അങ്ങനെ കീപ്പ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. നമ്മളൊരു കാര്യം പറയുമ്പോൾ നമ്മളിപ്പോൾ ഞാൻ ഇവിടെ നിന്നിട്ട് പൂജേൻ്റെ ഒരു കാര്യം പറഞ്ഞാൽ ഞാനതിന് റെസ്പോൺസിബിൾ അല്ലേ. ഞാനിപ്പോൾ സ്നേഹം എടുത്ത് പറയുകയാണെങ്കിൽ മതിലെടുത്ത് ചാടും ഒന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്നേഹം അത് ചെയ്യുന്നത് എന്നോടുള്ള വിശ്വാസം കാരണമായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു യൂട്യൂബിൽ വന്ന് പറയുന്നതുകൊണ്ട് അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. ഞാനിപ്പോൾ എൻ്റെ ഫ്രണ്ടിനോടാണെങ്കിലും ആരോടാണെങ്കിലും ഞാൻ പറയുന്ന കാര്യത്തിൽ ഞാൻ റെസ്പോൺസിബിൾ ആണ്. എനിക്കത് നൂരാൻ പറ്റില്ല. അത്രേ ഉള്ളൂ. ഇപ്പോൾ ഞാനൊരു വീഡിയോ കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ആ ഒരു 1 million അടിച്ചൊരു സക്സസ് സെലിബ്രേഷൻ ഒരു വീഡിയോ ആണ്. ഇന്ന് ഈ ഒരു ഈവനിങ് ഞാനിവിടെ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോണേ. തുടങ്ങിയ സമയത്ത് വീട്ടിലൊന്നും ആക്സെപ്റ്റൻസ് ഇല്ലാത്തൊരു പ്രൊഫഷൻ ആയിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഐശ്വര്യ എടുത്തു പറഞ്ഞൊരു കാര്യമുണ്ട്, എന്നെക്കാട്ടി കൂടുതൽ എക്സൈറ്റഡും ഹാപ്പി ആയിട്ട് കൂടെ ഉള്ളവരാണെന്ന്. കാരണം ഒരുപാട് ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, നാട്ടിലുണ്ട്. അപ്പോൾ ഈ അങ്ങനെയൊക്കെ പറയണമെങ്കിൽ നമുക്ക് അത്രത്തോളം അവരോട്ടൊരു അടുപ്പം വേണം, അല്ലെങ്കിൽ അവർ അത്രത്തോളം ജെന്യൂൻ ആണ് നമുക്ക് തോന്നണമല്ലോ. അതേപോലെ ഞാൻ വീഡിയോസിലൊക്കെ കാണാറുണ്ട് ഒരു വീക്കിലി അല്ലെങ്കിൽ മന്ത്ലി നിങ്ങളുടെ ഒരു ഗെറ്റ് ടുഗദർ, നിങ്ങൾ ഒന്നിച്ച് ഫുഡ് ഉണ്ടാക്കുന്നു. അതൊക്കെ എനിക്കൊന്നും ഇവിടെ അങ്ങനെയൊന്നും നമുക്ക് ആ ഒരു കൾച്ചറൊന്നും ഇല്ല. അവിടേക്ക് വരുമ്പോഴത്തേനും അതൊരു ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണല്ലോ, നിങ്ങൾ ഒന്നിച്ച് കൂടുന്നു, ആ ഒരു സന്തോഷം ഷെയർ ചെയ്യാന്ന് പറയുമ്പോൾ. 2 കാരണങ്ങൾ ഇപ്പം ഇവിടെ ഇല്ല അങ്ങനെ എനിക്ക് തോന്നുന്നില്ല. ഇവിടെയും ചെയ്യുന്നവരുണ്ടായിരിക്കും. നമ്മളിപ്പോൾ ഫാമിലിയൊക്കെ വിട്ട് നിൽക്കുമ്പോൾ നമ്മളത് ഫാമിലിനായിട്ട് ചെയ്യുന്നു. അവിടെ പോകുമ്പോൾ ഞാനും വിഷ്ണു മാത്രമാണെങ്കിൽ ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലിൽ ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല. ഞങ്ങൾക്ക് ഒരുപാട് പേര് നമ്മുടെ ചുറ്റും വേണം. ഫ്രണ്ട്സിന് ഇഷ്ടമുള്ള ആൾക്കാരാണ്, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഒപ്പം നമുക്ക് നമ്മുടെ സമയവും വേണം. അപ്പോൾ അതുകൊണ്ട് ചുറ്റുമുള്ള ആൾക്കാരോടൊപ്പം നമ്മൾ ഇടയ്ക്ക് പർപ്പസ്ലി അങ്ങനെ കൂടുന്നൊന്നുമല്ല, അത് വരുന്നൊരു കാര്യമാണ്. പിന്നെ ആ ഒരു വീഡിയോയിൽ ഈ പറഞ്ഞതുപോലെ എന്നെക്കാളും സന്തോഷം എൻ്റെ ചുറ്റുമുള്ള, അത് ഞാൻ റിയലി വിറ്റ്നസ് ചെയ്തൊരു കാര്യമാണ്. എനിക്ക് ഈ ഒരു ഇൻസിഡൻറ്റിലല്ല, വേറെ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ഏതൊരാൾക്കും ഒരു പ്രൊജക്റ്റ് മാറുക എന്നുള്ളത് പോലും അവർക്കൊരു സന്തോഷമുള്ള കാര്യമാണെങ്കിൽ അതേ സന്തോഷം നമുക്ക് ഉണ്ടാവാറുണ്ട്. നമ്മൾ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന, എനിക്കറിയില്ല ഇതെനിക്ക് തോന്നിയിട്ടുള്ള കാര്യമാണോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാനിപ്പോൾ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്നെ ഒന്നും അറിയാത്ത ഒരാൾ പോലും ചിലപ്പോൾ വന്ന് സമാധാനിപ്പിച്ച് പോട്ടെ നാളെ ശരിയാവും എന്നുള്ളത് പറയും. എനിക്ക് ചിലപ്പോൾ അതൊരു ഭയങ്കര റിലീഫ് തന്നെ ആയിരിക്കും. പക്ഷേ എനിക്കൊരു ഭയങ്കര അച്ചീവ്മെൻറ്റും സന്തോഷവും വന്നിട്ടുണ്ടെങ്കിൽ അതേ രീതിയിൽ സന്തോഷിക്കുന്ന ആൾക്കാരാണ് എൻ്റെ കൂട്ടുകാർ. എല്ലാവർക്കും അതേ എക്സൈറ്റ്മെൻറ്റും സന്തോഷവും വേണമെന്നില്ല. ഓൾക്കിത് കിട്ടിയോ തോന്നുന്ന കാര്യം ഉണ്ടായിരിക്കാം. അന്ന് ഞാനത് റിയലി വിറ്റ്നസ് ചെയ്തൊരു കാര്യമാണ്. ഇവർ ഞാൻ അറിയാതെ വിളിക്കുന്നു, പ്ലാൻ ചെയ്യുന്നു. എനിക്ക് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഒരു 2 days പെട്ടെന്ന് കൗണ്ട് കൂടിയിട്ട് 1 million ആവുന്നത്. എൻ്റെ ഒരു യൂഷ്വൽ പേസിൽ അന്ന് ആവേണ്ടതായിരുന്നില്ല. അപ്പോൾ ഇവരുടെ പ്ലാനിങ് അനുസരിച്ചിട്ടായിരുന്നില്ല കാര്യങ്ങൾ. അപ്പോഴേക്ക് ഇവർ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒരാൾക്ക് കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു. കുട്ടീനെയൊക്കെ ബസ്സിലൊക്കെ എടുത്ത് വെച്ച് മറ്റേ ട്രോളിങ് സ്റ്റോളറിലൊക്കെ വെച്ചിട്ടാണ് വന്ന് അവർ ബലൂൺ വാങ്ങിക്കുന്നു. ഈ സമയം പോക്കി ഇങ്ങോട്ട് എത്തുന്നു. വിഷ്ണു ഗിഫ്റ്റ് അങ്ങോട്ട് ഓർഡർ ചെയ്യുമ്പോൾ വീട്ടിലാളില്ലാതിരിക്കുന്നു. അപ്പോൾ ഒരു ഓഫീസിൽ നിന്ന് പകുതിയിൽ നിന്ന് വരുന്നു. ഇതൊക്കെ ചെയ്യുന്നത് എൻ്റെ വിഷമമുള്ളൊരു ഘട്ടത്തിൽ നിന്ന് എന്നെ പിടിച്ച് കരകയറ്റാനല്ല. എനിക്ക് സന്തോഷം വരുമ്പോൾ അതിൽ കൂടുതൽ അവർ സന്തോഷിക്കുന്നതുകൊണ്ടാണ് അവരത് ചെയ്യുന്നത്. അപ്പോൾ എനിക്കത് ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത കുറച്ച് കാര്യങ്ങളാണ് അന്ന് എനിക്കുണ്ടായിട്ടുള്ളത്. അന്നത്തെ ആ ഒരു സെലിബ്രേഷൻ ഒക്കെ നമ്മൾ വീഡിയോസിലൂടെ കണ്ടു. ഞാൻ അന്നൊരു ഇമോഷണൽ റോളർ കോസ്റ്റർ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. എനിക്കറിയാം ഇന്ന് 1 million ആവും.
എന്നുള്ളത്. കാരണം കുറച്ച് കൗണ്ടും കൂടെ കഴിഞ്ഞാൽ 1 മില്യൺ ആവും. ജീവിതത്തിൽ ഞാൻ ഒരിക്കലും വിചാരിക്കാത്തൊരു കാര്യമാണ് 1 മില്യൺ ഉള്ള ഒരു യൂട്യൂബർ ആവും. ഇപ്പോഴും പറയുമ്പോഴും എനിക്ക് റിയലൈസ് 1 മില്യൺ ഉള്ള ഒരു യൂട്യൂബ് ചാനൽ എനിക്ക് ഉണ്ടാവും എന്നുള്ളത് ഞാൻ ഒരിക്കലും സ്വപ്നം കാണാത്ത ഒരു കാര്യമാണ്. കുറച്ച് വന്ന് ഒരു 600-700K ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എനിക്കതൊരു ഭയങ്കര ആഗ്രഹമായിപ്പോയി. എനിക്കൊരു 1 മില്യൺ വേണം എന്നുള്ളത് എനിക്കൊരു അതിന് വേണ്ടിയിട്ടായിരുന്നു പിന്നീട് ഞാൻ വർക്ക് ചെയ്തിരുന്നത് മുഴുവൻ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു കാര്യം നമ്മളിലോട്ട് വരാൻ ഒരു ചെറിയൊരു പോസിബിലിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് മാക്സിമം എഫേർട്ട് എടുത്തിട്ട് നമ്മുടെ ബക്കറ്റിൽ അത് കൊണ്ടുവരണമല്ലോ. അപ്പോൾ അതിലായിരുന്നു എൻ്റെ ഫുൾ എഫേർട്ടും കാര്യങ്ങളും. അത് കഴിഞ്ഞ് ഫൈനലി ആ ഒരു ഡേ ആവുകയാണ്. പിന്നെ ആ ഡേ തീരുമല്ലോ, അതിൻ്റെ ഒരു വിഷമം ഉണ്ടായിരുന്നു എനിക്ക്. ആ ഒരു നമ്മൾ കാത്തു നിന്നൊരു ബർത്ത്ഡേ ആവുകയാണ്. പക്ഷെ ആ ബർത്ത്ഡേ കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ നമ്മൾ ബ്ലാങ്ക് അല്ലേ, ഓർഡിനറി ഡേ ആയിട്ട് മാറുമല്ലേ. അപ്പം അതിൻ്റെ ഒരു വിഷമവും ഉണ്ടായിരുന്നു, സങ്കടവും ഉണ്ടായിരുന്നു. അതുവരെ എനിക്ക് 1 മില്യൺ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നെങ്കിൽ അത് കഴിഞ്ഞപ്പോൾ 2 days ഞാൻ ബ്ലാങ്ക് ആയിരുന്നു. എനിക്കങ്ങനെ ബ്ലാങ്ക് ആയിരിക്കുന്ന ഇഷ്ടമല്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനും പറയാനും വർക്ക് ചെയ്യാനൊക്കെ ആയിട്ട് വേണം. അപ്പോൾ ആ ഒരു 2-3 days ഭയങ്കര ഹാപ്പി ആയിരുന്നു. പക്ഷെ കുറച്ച് ബ്ലാങ്ക് ആയിരുന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യണം, നെക്സ്റ്റ് എന്ത് ഗോള് വെക്കണം എന്നുള്ളതിലോട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്റർ ആയിരുന്നു. എൻ്റെ സന്തോഷത്തിനേക്കാളും ചുറ്റുള്ള ആൾക്കാരുടെ സന്തോഷം കണ്ട് അവരെന്നെ സ്നേഹിക്കുന്നത്ര ഞാൻ അവരെ സ്നേഹിക്കുന്നില്ലേ എന്നുള്ള ക്വസ്റ്റ്യൻ ഒക്കെ എനിക്ക് വന്നു. അപ്പൊ അങ്ങനത്തെ ആകെ മൊത്തം ഒരു ഇതായിരുന്നു. വിഷ്ണു ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടൊരു വീഡിയോ ഒക്കെ ഗിഫ്റ്റ് ആയിട്ടല്ലേ. ഞാൻ വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ ഞാൻ വിഷ്ണുവിനോട് വെറുതെ ഇങ്ങനെ പറയുന്നു, എനിക്ക് ഒരു വില കൂടിയ ഗിഫ്റ്റും വേണ്ട, ഒന്നും വേണ്ട. ഇപ്പം വിഷ്ണു എനിക്ക് തരുന്ന ഒരു ഗിഫ്റ്റ് ടച്ച് വുഡ് ദൈവം സഹായിച്ച് ഇന്ന് എനിക്ക് വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ അതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് എൻ്റെ ആ ഒരു ജേണി എനിക്കൊന്ന് കാണണം. അപ്പോൾ വിഷ്ണു എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ നീ എന്നോടാണോ പറയുന്നൊരു വീഡിയോ വരെ അതൊക്കെ എടുക്കുക പോലും ചെയ്യാൻ അറിയാത്ത ഞാൻ നിനക്ക് വീഡിയോ എഡിറ്റ് ചെയ്ത് തരണം. അപ്പോൾ ഞാൻ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് ആ ഒരു ഗിഫ്റ്റ് അന്ന് കിട്ടിയതിന് ശേഷം പിന്നെ വിഷ്ണു എനിക്കൊരു ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ആ ഗിഫ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെ ഗിഫ്റ്റിൻ്റെ. ഇതിൽ തന്നെ ഞാൻ മനസ്സ് നിറഞ്ഞ് സംതൃപ്തി അടങ്ങിയിരിക്കുകയായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ഇത്ര നാളിനിടയ്ക്ക് വിഷ്ണു ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്താണ്? ഈ ഒരു വീഡിയോ എനിക്ക് ലൈഫിൽ തന്നെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് ഈ ഒരു വീഡിയോ ആണ്. ഇപ്പോൾ യൂട്യൂബർ നമ്മൾക്ക് ഒരു പെൺകുട്ടി ഒരു യൂട്യൂബർ ആയി കഴിയുമ്പോഴത്തേക്കിന് ഡേ ടു ഡേ ലൈഫിൽ ആൾ ഫേസ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നൊരു ആൺകുട്ടിയെക്കാട്ടി കൂടുതൽ പെൺകുട്ടി തന്നെ ആയിരിക്കും നേരിടേണ്ടി വരും. ഇപ്പോൾ അത് പറയുവാണെങ്കിൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടുമായിട്ട് ഞാനൊരു ഡിസ്കഷനിൽ പോയപ്പോഴത്തേക്കിന് പല പെൺകുട്ടികളുടെ ഇപ്പോൾ വീഡിയോസ് അവരിടുമ്പോഴത്തേക്കിന് പല പല കമൻസാണ് ആളുകൾ വന്ന് പറയുന്നത്. ഇപ്പോൾ എന്നോട് കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തൊരു കാര്യമാണ്, ഒരു പെൺകുട്ടി ആളുടെ ഭയങ്കര കോൺഫിഡൻറ്റോടെ ആൾ വീഡിയോസ് ചെയ്യുകയാണ്. പക്ഷേ അതിന് താഴെ വരുന്ന കമൻസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു നെഗറ്റീവ് കമൻസാണ്. എൻ്റെ വീട്ടിൽ നിന്ന് മറ്റേ പശുവൊക്കെ ഓടിപ്പോയിട്ട് എനിക്കൊന്ന് ഇവിടെ വന്ന് നിൽപ്പുണ്ട്, അല്ലെങ്കിൽ കാരണം ആ കുട്ടിയുടെ ഫേസ് ആ കുട്ടി സംബന്ധിച്ചത് ഭയങ്കര ആൾ സുന്ദരിയാണ്. പക്ഷെ മറ്റുള്ളവരുടെ കണ്ണിൽ ആ കുട്ടിക്ക് ചിലപ്പോൾ സൗന്ദര്യം കാണില്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ആസ് എ യൂട്യൂബർ അല്ലെങ്കിൽ നമ്മൾ ഇതിപ്പോ പെൺകുട്ടീനോടുള്ള ഒരു ആൺകുട്ടീനോട് പറഞ്ഞാൽ ആ കുട്ടിക്ക് വിഷമാവും. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മൾ ഐശ്വര്യയും ഋത്തിക് റോഷനുമാണ്. അപ്പൊ നമ്മളോട് പിന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയ നമ്മുടെ മൈൻഡാണ്. ഇടുന്ന ആൾക്കാരുടെ നാക്കോ അവരുടെ ഇന്റർനെറ്റ് കട്ട് ചെയ്യാനോ നമുക്ക് പറ്റില്ല. വേറുള്ളവർ എന്തും പറഞ്ഞോട്ടെ, നമുക്ക് നമ്മൾ എന്താന്നുള്ളതൊരു ക്ലിയർ ആയിട്ടുള്ള ഒരു ധാരണയുണ്ടെങ്കിൽ എന്തിനാണ് നമ്മൾ വേറുള്ളവർ നമ്മളെ പറ്റി പറയുന്നതിനെ പറ്റി നമ്മൾ ബോധപ്പെടാവുന്നത്? ഇപ്പോൾ എൻ്റെ വീക്ക്നെസ് എനിക്ക് കൃത്യമായിട്ട് അറിയാം. എനിക്ക് OCD ഉണ്ട്, എനിക്ക് ഈ ബുദ്ധിമുട്ടുണ്ട്. അത് എനിക്ക് തന്നെ അറിയുന്നുണ്ടെങ്കിൽ വേറൊരാൾ ആ OCD ഉള്ള ആളെ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കതൊരു പ്രശ്നമല്ല. കാരണം എൻ്റെ വീക്ക്നെസ് ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്, എൻ്റെ വീക്ക്നെസ് എനിക്കറിയാം. ഇത് വീക്ക്നെസ്സിനെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ എന്താന്നുള്ള ഒരു ക്ലിയർ ബോധം ഞാൻ ആ കുട്ടീനെ പറ്റിയിട്ടല്ല കേട്ടോ പറഞ്ഞത്. എനിക്ക് ആ കുട്ടിയുടെ കാര്യം ആ കുട്ടിയുടെ പേഴ്സണൽ കാര്യമാണ്. അതിൽ കയറി ഞാൻ ഒരു ഒപ്പീനിയനും പറയുന്നില്ല. എൻ്റെ താഴെ നെഗറ്റീവ് കമൻറ്റ്സ് വരികയാണെങ്കിൽ നെഗറ്റീവ് കമൻസിൽ തന്നെ ഡിഫറെൻറ്റ് കമൻസ് ഉണ്ട്. ക്രിട്ടിസൈസിങ് കമൻസ് ഉണ്ട്, വൾഗർ കമൻസ് ഉണ്ട്. ഇപ്പം ഈ പറഞ്ഞതൊക്കെ അത് ഒരു കാറ്റഗറി. ഇപ്പോൾ വൾഗറായിട്ടുള്ള കമൻറ്റോ ഇങ്ങനത്തെ കമൻസ് ഒക്കെ വരികയാണെങ്കിൽ എന്നത് ബോദർ ചെയ്യില്ല. കാരണം ഞാൻ വളരെ സുന്ദരിയാണെന്ന് എനിക്കറിയാം. അപ്പം എനിക്കതൊരു ഇത് ഞാൻ എൻ്റെ മൈൻഡിനെ ട്രെയിൻ ചെയ്ത് തന്നെയാണ്. ഇനീഷ്യൽ സ്റ്റേജിൽ എനിക്ക് നെഗറ്റീവ് കമൻറ്റ്സ് താഴെ വരുമ്പോൾ എൻ്റെ 2-3 ദിവസം പോകുന്ന
കമന്റ്സ് ആയിരുന്നു അതൊക്കെ. പക്ഷെ ഗ്രാജുവലി നമ്മളിപ്പോൾ 8 കൊല്ലമായി ഇപ്പൊ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നു, എഡിറ്റ് ചെയ്യുന്നു, പോസ്റ്റ് ചെയ്യുന്നു, കമന്റ്സ് വായിക്കുന്നു എന്നുള്ള ഒരു ഇതിൽ നിൽക്കുന്നു. തുടക്ക സമയത്തൊക്കെ ഭയങ്കര ഇമോഷണലി ആവുമായിരുന്നു. കാരണം ഇതിനെങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഓഫ് കോഴ്സ് നമുക്ക് ഒരുപാട് ഇപ്പം ആദ്യം ഐശ്വര്യയുടെ വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടിക്കാലത്തും പണ്ടൊക്കെ ഞാൻ കുറേ ബോഡി ഷെയിം ഒക്കെ അനുഭവിച്ചിട്ടുണ്ട്. കാരണം ടിക്ടോക്ക് ചെയ്യുന്ന സമയത്താണെങ്കിലും കുറേ ഇങ്ങനെ നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ സമയത്തൊക്കെ അതിനൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്? നെഗറ്റീവ് കമന്റ്സ് ഉണ്ടാവുമ്പോൾ എന്നെ ബോഡി ഷെയിം ചെയ്യുന്നതിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ, ഞാൻ മെലിഞ്ഞിട്ടായിരുന്നു, അതിനെ പറ്റിയിട്ടുള്ള ബോഡി ഷെയിമിങ് ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മനസ്സിൽ ഞാൻ 0 സൈസ് ആയിരുന്നു. അപ്പോൾ അത് 0 സൈസ് ആയിട്ട് വളരെ സുന്ദരികളല്ലേ. അപ്പൊ എന്നത് എഫക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാനും വിഷ്ണുവും തമ്മിലുള്ള കാര്യങ്ങൾ കമന്റിൽ വരുമ്പോഴായിരുന്നു എന്നെ അത് ബോദർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെന്താണ് മെയിനായിട്ട് വന്നുകൊണ്ടിരുന്നത്? തുടക്കത്തിൽ ഒരു സെൽഫ് എന്റർടൈൻ ഡേ എന്ന് പറഞ്ഞിട്ടുള്ള എന്തോ ഒരു വീഡിയോ ചെയ്തതിന്റെ താഴെ കമന്റ്സ്, എൻ്റെ ആദ്യമായിട്ട് ഞാനിത് ഓർത്ത് വെച്ചൊരു ഇൻസിഡന്റ് ഒന്നും അല്ല, പക്ഷെ എന്നാലും എൻ്റെ ആദ്യമായിട്ട് കുറച്ച് ആൾക്കാർ കണ്ട ഒരു ലോങ് യൂട്യൂബ് വീഡിയോ അതായിരുന്നു. അപ്പൊ അതിന്റെ താഴെ ഞാൻ എടുത്ത വീഡിയോ, വിഷ്ണു തീരെ ക്യാമറയിൽ നന്നായിട്ടിരിക്കുന്ന, ഐ മീൻ ക്യാമറ ഷൈ ആണ്. അപ്പോൾ പുള്ളിക്ക് അത്ര ഹാപ്പി ആയിട്ട് ക്യാമറയിൽ ഇരിക്കാനായിട്ട് പറ്റാറില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിയെ ഞാൻ പിടിച്ചു കൊണ്ടുവരികയാണെന്നുള്ള രീതിയിലുള്ള കമന്റ്സും, ആ ചെക്കൻ്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടില്ലേ, അങ്ങനത്തെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്. അത് കാണുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ട് തോന്നുന്നു, കാരണം അതല്ല റിയാലിറ്റി. അപ്പോൾ ഇല്ലാത്ത കാര്യം അങ്ങനെ പറയുന്നതിൻ്റെ, പിന്നെ അത് വിഷ്ണുവിൻ്റെ അടുത്തും അവിടെയുള്ള എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ പറയുമ്പോൾ തന്നെ നമ്മൾ പറയുന്ന കാര്യത്തിന് ഒരു പ്രാധാന്യം കിട്ടിയാലാണല്ലോ നമുക്കത് കൂടുതൽ ഇൻവോൾവ് ആയിട്ട്. ഇവരത് മൈൻഡ് ചെയ്യല്ല. പിന്നെ അവർ പറയും ഇതിലെന്താണ് ഇപ്പോൾ ഉള്ളത്, ഒരാൾ കമൻറ്റ് ഇടുന്നത് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കമൻറ്റ് ഇടുന്ന ആൾ അയാളുടെ സാഹചര്യത്തിലിരുന്ന് അയാളുടെ തോട്ടാണ് അയാൾ കമൻറ്റ് ഇടുന്നത്. നമ്മൾ ഈ ഒരു പ്രൊഫഷനിൽ വർക്ക് ചെയ്യുമ്പോൾ ഇതൊക്കെ വരും. ഇതിനെ പറ്റിയൊന്നും ചിന്തിച്ച് ബോധോടാവണ്ട, വേഗം എടുത്ത വീഡിയോ കേട്ടോ എന്ന് പറയാറുണ്ട്. ഇപ്പൊ അതേപോലെ നമ്മൾ ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഒരു പെൺകുട്ടി അഭിപ്രായം പറയുന്നതും ഒരു ആൺകുട്ടി അഭിപ്രായം പറയുന്നത് തമ്മിൽ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും ഒരു ഡിഫറൻസ് ഉണ്ട്. കാരണം ആളുകൾ അതിനെ എടുക്കുന്ന രീതി. കാരണം ഇപ്പം നമ്മൾ തന്നെ ചെയ്യാറുണ്ട് പലപ്പോഴും. നമ്മൾ ആ ഒരു നല്ല ഉദ്ദേശത്തോടായിരിക്കും ചെയ്യുന്നത്. ഇപ്പോൾ ഒരു മെൻസ്ട്രൽ ഹെൽത്തിനെ പറ്റിയോ അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും ഒരു അങ്ങനെയുള്ള റിലേറ്റഡ് കാര്യങ്ങൾ നമ്മൾ പെൺകുട്ടികൾ വന്ന് ഡിസ്കസ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു ആൺകുട്ടി വന്ന ഒരു സെക്സ് എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മെൻസ്ട്രൽ ഹെൽത്തിനെ പറ്റിയൊക്കെ പറയുമ്പോഴത്തേക്ക് രണ്ടുപേർക്ക് കിട്ടുന്ന ഒരു അക്സെപ്റ്റൻസ് വളരെ ഡിഫറെൻ്റ് ആണ്. അപ്പം നമ്മുടെ ഈ ഒരു അഭിപ്രായം പറയുമ്പോഴത്തേന് ആ ഒരു വേർതിരിവോ ഒക്കെ ഉണ്ടെന്ന് ഐശ്വര്യക്ക് തോന്നാറുണ്ടോ ആസ് എ വുമൺ? എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ജെൻഡർ ഏതാണെങ്കിലും പറയുന്ന കാര്യം ശരിയാണെങ്കിൽ ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എനിക്കറിയില്ല, കാരണം ഒരുപാട് ഒരാൾ കാണാൻ എങ്ങനെ ഇരിക്കുന്നു, അയാളുടെ ജെൻഡർ ഏതാണെന്ന് നല്ലല്ലോ, അയാൾ പറയുന്നത് എന്താണെന്നാണ് ഞാൻ ശ്രദ്ധിക്കാറ്. അവിടെ അയാളുടെ ജെൻഡറിനോ സൗന്ദര്യത്തിനോ സ്കിൻ ടോണിനോ ഞാൻ ശ്രദ്ധിക്കാറില്ല. അയാൾ പറയുന്ന കാര്യമാണ് ഞാൻ ആ വീഡിയോ കൂടെ ശ്രദ്ധിക്കാറെങ്കിൽ ഇതെന്റെ മെന്റാലിറ്റിയാണേ. എനിക്കറിയില്ല, ഇപ്പൊ ഒരാള് ഒരു പെൺകുട്ടി ഇപ്പോൾ മെൻസ്ട്രൽ കപ്പിനെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോന്റെ കമന്റ് സെക്ഷൻ ഞാൻ അടുത്ത് വായിച്ചു നോക്കിയിട്ടില്ല. കാരണം ആ കുട്ടി പറയുന്നത് ശരിയാണോ തോന്നുന്നു ഞാൻ അടുത്ത വീഡിയോ കാണും. അപ്പൊ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ആൾക്കാർക്ക്. പിന്നെ ഈ പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞാലും നെഗറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ തെറ്റായിരിക്കണം എന്നില്ല, ചിലപ്പോൾ അവരുടെ ജീവിത സാഹചര്യം ആയിരിക്കാം, അറിയില്ല നമുക്ക്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ബോധേഡാവുന്നതിനേക്കാളും എളുപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം ശരിയാണെങ്കിൽ ഒരു ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ അത് ചെയ്യാന്നുള്ളതാണ്. കാരണം ഈ നമുക്ക് എത്ര ആൾക്കാരെ വായ മൂടിക്കെട്ടാൻ പറ്റും? ആരുടെയും പറ്റില്ല. എനിക്ക് എന്റെ വായ അടക്കണമെങ്കിൽ അത് എനിക്കിപ്പോ സ്നേഹയുടെ വായ വന്ന് പൊത്തിപ്പിടിക്കാൻ പറ്റില്ല. സ്നേഹം സംസാരിക്കണമെങ്കിൽ സംസാരിക്കും. അപ്പൊ എന്റെ മൈൻഡ് സെറ്റും എന്റെ ചിന്താ രീതിയും എന്റെ വായയാണ് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യം. അത് കൺട്രോൾ ചെയ്തിട്ട് ആയി ഉപദ്രവിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകുക, അത്രയും. കാരണം ഒരുപാട് ഇപ്പൊ നമ്മളൊക്കെ പോസിറ്റീവായിട്ട് ചിന്തിക്കും. ഇപ്പൊ ഒരു കാര്യം വരുവാണ്, ഇപ്പൊ ഐശ്വര്യ പറഞ്ഞാൽ ഐശ്വര്യ ഒരു കാര്യം വരുമ്പോഴത്തേന് വളരെ വളരെ പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത്. പക്ഷെ എല്ലാവരും അങ്ങനെ ചിന്തിച്ചോളണമെന്നില്ല. കാരണം ഇപ്പം നമ്മൾ കാണുവാണെങ്കിൽ ഈ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടുന്ന യൂട്യൂബേഴ്സ് ആയിക്കോട്ടെ. നമ്മൾ റീസെൻ്റ്ലി ഒരുപാട് വാർത്തകൾ തന്നെ കേൾക്കുന്നു. കാരണം ഒരു ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഒരു ഹറാസ്മെന്റ് ഒക്കെ കൊണ്ട് തന്നെ സൂയിസൈഡ് ചെയ്ത ഒരുപാട് പേരുണ്ട്. അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് പേഴ്സണലി വിഷമമാണ്. കാരണം ഇത് വന്ന് കഴിയുമ്പോഴത്തേക്കിന് അതായത് ഇവർക്ക് എന്തൊക്കെയോ റീച്ചിന് വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതൊന്ന് വ്യൂവർഷിപ്പ് കുറയുമ്പോഴത്തേക്കിന് ഇവർ വന്നിട്ട് ആ ഒരു കോണ്ടന്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കുറച്ച് 18+ കോണ്ടന്റുകൾ ചെയ്യുന്നൊക്കെയുള്ള രീതിയിലാണ്. ചിലപ്പോൾ അവരുടെ ഒരു ജോലിയുടെ അല്ലെങ്കിൽ ഈ ഒരു കോണ്ടന്റ് ക്രിയേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തു പോകുന്നതായിരിക്കും. പക്ഷേ ഇതിനെ എടുക്കുന്നൊരു രീതി, സൊസൈറ്റി എടുക്കുന്ന രീതി വളരെ
ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അത് അവർക്ക് കിട്ടുന്ന എല്ലാവർക്കും ഈ ഒരു മെൻ്റൽ ഹെൽത്ത് ഒരു സ്ട്രെങ്ത് കാണത്തില്ല. അപ്പോൾ അവരെ അത് ഭയങ്കരമായിട്ട് ഡിപ്രഷൻ സ്റ്റേജിലേക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ അതിപ്പോഴും നിലനിൽക്കുന്ന ഒരു സാധനമാണ്. കാരണം നമുക്ക് ആ ഒരു ഐശ്വര്യ ഒരു കമന്റ് സെക്ഷൻ നോക്കാൻ വരുമ്പോൾ അത് ഐശ്വര്യ പോസിറ്റീവായിട്ട് എടുക്കുന്നത് കൊണ്ടാണ്. പക്ഷെ ഒരുപാട് പേർക്ക് അത് ഇല്ല, ഇപ്പോഴും അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇതാ ഞാൻ പറഞ്ഞ, നമുക്ക് ആൾക്കാരുടെ അടുത്ത് നെഗറ്റീവ് കമന്റ്സ് ഇടരുത്, പോസിറ്റീവായിട്ട് ചിന്തിക്കണം എന്ന് പറയാനല്ലേ പറ്റുള്ളൂ. എല്ലാവരും ഇത് ചെയ്യണം എന്നുണ്ടോ? റീസെന്റ് ആയിട്ട് തന്നെ ഒരുപാട് കേസസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. ഒരുപാടല്ല, കുറച്ച് കേസ് നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നല്ലോ. നെഗറ്റീവ് കമന്റ്സ് കാരണം അത് ബോദർ ചെയ്യുന്ന ആൾക്കാർ ഉണ്ടായിരിക്കും. അത് അവരുടെ തെറ്റല്ല. പക്ഷേ ഇതിനെവിടെയാണ് ഒരു ബാലൻസ് കൊണ്ടുവരാന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. ഇത് 100% തെറ്റ്, മോശമായിട്ട് കമന്റ്സ് ഇടുന്ന ആൾക്കാരുടെ കയ്യിൽ തന്നെയാണ്. പക്ഷെ എങ്ങനെയാ അവരെ കൺട്രോൾ ചെയ്യുക? അവരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. കൺട്രോൾ ചെയ്യാൻ നമുക്ക് പറ്റുക നമ്മളെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ കുറച്ചധികം സീരിയസ് ടോക്കിലേക്ക് പോയി. ഈ ഐശ്വര്യ പറഞ്ഞിട്ട് നമ്മൾ ഫാഷനൊക്കെ ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ ഒരുപാട് മണിയൊക്കെ അതിന് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഏറ്റവും കൂടുതൽ ഒരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് വാങ്ങിച്ച എന്തായിരിക്കും ഐശ്വര്യ? എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഒന്നും ഞാൻ വാങ്ങിക്കാറില്ല. എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് എന്നുള്ളതിനേക്കാൾ എനിക്ക് നമ്പർ ഓഫ് പ്രൊഡക്ട്സ് ആണ് എനിക്ക് കൂടുതൽ. എനിക്കുള്ള എക്സ്പെൻസീവ് പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഞാൻ അല്ലെങ്കിൽ 100 യൂറോന് പോയിട്ട് ഒരു ഡ്രസ്സ് എടുക്കുന്നതിനേക്കാൾ ഞാൻ പ്രിഫർ ചെയ്യുക 20 യൂറോന് 5 ഡ്രസ്സാണ്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പെൻസീവ് പ്രൊഡക്റ്റ് ഒന്നും ഇപ്പൊ മേക്കപ്പ് കോഴ്സ് ചെയ്തപ്പോൾ കുറെ കാര്യങ്ങൾ നമുക്ക് അതിന്റെ ആവശ്യമായിട്ട് വാങ്ങിക്കേണ്ടതുണ്ടായിരുന്നു. അതായിരിക്കും ഞാൻ അങ്ങനെ വാങ്ങിയത്. അല്ലെങ്കിൽ എല്ലാം ഞാൻ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടൊന്നും ഞാൻ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ കൂടുതൽ എണ്ണം വരുന്ന രീതിയിൽ, കാരണം എനിക്ക് അതായത് മാസത്തിൽ ഒരിക്കൽ മാത്രം എനിക്ക് ഷോപ്പിങ്ങിന് പോയാൽ പോരാ. എനിക്ക് ഒരു 10 ദിവസം പോകണം. എനിക്കൊരു 10 ദിവസം പോകണം എന്നുണ്ടെങ്കിൽ ആദ്യത്തെ ദിവസം തന്നെ പോയി ഞാൻ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനം വാങ്ങിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി മാറ്റി വെച്ച ബഡ്ജറ്റ് 10 ദിവസത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് ഒരു ദിവസം പോകുമ്പോൾ ഞാൻ ഇത്രയാണ് സ്പെൻഡ് ചെയ്യുക. ഏറ്റവും കൂടുതൽ ഇങ്ങനെ ക്രേസ് ഉള്ള ഒരു സാധനം ഡ്രസ്സുകൾ തന്നെയാണ്. എന്നാൽ ഏറ്റവും പ്രശ്നം ഡ്രസ്സിനായിട്ടാണ്. എവിടെ പോകുമ്പോഴാണ് ഡ്രസ്സ് ഉണ്ടാവില്ല. അതെനിക്കത് പെൺകുട്ടികൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളാണെങ്കിലും പക്ഷേ എനിക്ക് ഡ്രസ്സ് ഒന്നും ഇടാനില്ലല്ലേ. ഇപ്പൊ ഞാൻ അവിടുന്ന് വരുമ്പോ ഞാൻ ഇവിടെ ഇടാൻ വേണ്ടി ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ റെഡി ആകുമ്പോൾ ആൾക്കടുത്ത് പറയായിരുന്നു, പക്ഷെ എനിക്ക് ഇപ്പം ഡ്രസ്സിന് പോണ വഴിക്ക് ഡ്രസ്സ് വാങ്ങിച്ചാലോ. ഇപ്പം നമ്മളിവിടെ മെയിനായിട്ട് മലയാളികളൊക്കെ പെട്ടെന്ന് ഓഫർ കാണുമ്പോഴത്തേനും അയ്യോ ഓഫറിൽ പോയി 10 ഡ്രസ്സ് എടുക്കുക, അങ്ങനെയൊക്കെ ഓഫറിന് മാത്രം സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളാണ്. അല്ലെങ്കിൽ അതൊക്കെ നോക്കാറുണ്ടോ? ഓഫർ വരുമ്പോൾ നമുക്ക് വാങ്ങിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞ്? ഇല്ലില്ല, ഓഫറൊന്നും എന്നെ ആകർഷിക്കുന്ന കാര്യങ്ങളല്ല. എനിക്ക് സാധനം വേണം പറഞ്ഞാൽ വേണം. അങ്ങനെ ഓഫർ നോക്കി ഭയങ്കരമായിട്ട് നോക്കി അങ്ങനെ വാങ്ങിക്കാൻ എനിക്കറിയില്ല. എനിക്ക് വേണ്ട സാധനം ഞാൻ പോയി വാങ്ങിക്കും. ഇപ്പൊ നാട്ടിലേക്ക് വരാൻ നേരത്തുള്ള വീഡിയോയിൽ കണ്ടു കുറച്ചധികം ഗിഫ്റ്റുകളൊക്കെ ആയിട്ടാണ് വന്നത്, കുറച്ച് മെമ്പേഴ്സിന് കൊടുക്കാൻ വേണ്ടി. അത് കൊടുത്തോ? ഇല്ല, ഞാൻ തിരിച്ച് നാട്ടിലെത്തുന്ന 27-ാം തീയതിയാണ്. ഞാൻ പറഞ്ഞില്ലേ, വന്നിട്ട് വെല്ലച്ചന്റെ പരിപാടിയായിട്ടുള്ള തിരക്കിലായിരുന്നു ഞാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ ഇന്ന് എറണാകുളത്ത് എത്തിക്കുകയാണ്. അത് കഴിഞ്ഞ് ഞാൻ ഇവിടുന്ന് ഒന്ന് ബാംഗ്ലൂരിൽ പോകേണ്ട ആവശ്യമുണ്ട് എനിക്ക്. തിരിച്ച് ഞാൻ വീട്ടിലെത്തുന്നത് 27-ാം തീയതിയാണ്. 28-ാം തീയതിയാണ് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് അയക്കുന്നത്. അതേപോലെ തന്നെ ഒരു ട്രിഫ്റ്റിന്റെ ഒരു സംഭവം കണ്ടിരുന്നു, അതും കൊടുക്കാൻ പറ്റിട്ടുണ്ട്. രണ്ടും 27-ാം 10 സാധനങ്ങൾ എനിക്ക് പാക്ക് ചെയ്യാനുണ്ട്, കൊണ്ടുവന്നത്. അത് പാക്ക് ചെയ്ത് അയക്കുന്നത് 28-ാം തീയതിയാണ്. 1.5 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് വന്നപ്പോഴത്തേക്കിന് ആദ്യം ചെയ്തൊരു കാര്യം എന്താണ്? കാരണം നമ്മൾ കുറേ ആഗ്രഹങ്ങളൊക്കെ ആയിട്ടായിരിക്കും വരുന്നത്. കാരണം കുറേ കാര്യങ്ങൾ നമ്മൾ നാട്ടിലെ കാര്യം വരുന്നത്. ഇപ്പം എനിക്കൊക്കെ ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ എനിക്ക് മിസ് ചെയ്യുന്നുണ്ട്. അമ്മ ഉണ്ടാക്കുന്ന പൊതിച്ചോറ് ചിലപ്പോൾ അവിടെ ഇട്ട് വട്ട് തട്ടുന്ന സാധനമായിരിക്കും, പക്ഷെ ഇവിടെ വരുമ്പോഴേക്കും അത് കിട്ടാൻ കൊതി. അപ്പൊ അങ്ങനെ ആഗ്രഹിച്ചു വന്ന് ചെയ്ത കുറെ കാര്യങ്ങൾ. എനിക്ക് ഒന്നാമത് 1.5 കൊല്ലം അത്ര വലിയൊരു പീരീഡായിട്ട് ഇത്തവണ വന്നപ്പോൾ എനിക്ക് തോന്നിയില്ല. ഒന്ന്, കഴിഞ്ഞ വർഷം നവംബർ ഡിസംബർ സമയത്ത് വിഷ്ണുവിന്റെ പേരൻസ് അവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് 2 മാസം മുന്നെയാണ് അൽക്ക അവിടെ നിന്ന് പോയത്. അപ്പോ നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെല്ലാം അവിടെ ഉണ്ടാവുമ്പോൾ ഞാൻ എവിടെയാണെന്നുള്ളതിനേക്കാൾ എനിക്ക് പ്രധാനം എനിക്കിഷ്ടമുള്ള ആൾക്കാർ എൻ്റെ ചുറ്റും വേണമെന്നുള്ളതാണ്. അപ്പോൾ അവരവിടെ കുറേ ഉണ്ടായിരുന്നപ്പോൾ എനിക്ക് ഇവരൊക്കെ വരുമ്പോൾ യൂഷ്വലി എനിക്ക് വേണ്ടിയിട്ടാണല്ലോ കഴിക്കാനുള്ള സാധനങ്ങൾ അവർ കൊണ്ടുവരും, എല്ലാം കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ കുറേ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ വന്നതെന്നുള്ളൊരു ഫീൽ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഇവിടെ കിട്ടാതെ അവിടെ കിട്ടുന്ന ഒരു സാധനം അവിടെ കിട്ടാതെ ഇവിടെ കിട്ടുന്നൊരു സാധനം മെയിൻലി ചോദിക്കുകയാണെങ്കിൽ അമ്മയുടെ ചീത്തയാണ്. അത് ഞാൻ കുറച്ച് മിസ് ചെയ്തായിരുന്നു. ഇപ്പോൾ 2 ദിവസം കഴിഞ്ഞപ്പോൾ മതിയായി. അതാ ഞാൻ ഒന്ന് എറണാകുളത്ത് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പൊ നാട്ടിൽ വന്നപ്പോഴത്തേന് എല്ലാവരും ചോദിക്കും വിഷ്ണു എവിടെ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. കാരണം ഈ മുതിർന്ന ആളുകളൊക്കെ ചിലപ്പോൾ ചോദിക്കാറില്ലേ വിഷ്ണു എവിടെ, വിഷ്ണു കൊണ്ടുവരാൻ. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? ഇന്നലെ ഫംഗ്ഷൻ ആയപ്പോൾ ചോദിച്ചായിരുന്നു
വിഷ്ണു ഇപ്പോൾ ജോലി മാറിയതാണ്. അപ്പോൾ വിഷ്ണുവിനൊരു പെട്ടെന്ന് ലീവ് എടുക്കാൻ ഓപ്ഷൻ ഉണ്ട്, വെക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ വിഷ്ണു ഭയങ്കര വർക്കഹോളിക്കാണ്. അപ്പോൾ പെട്ടെന്ന് കമ്പനി കയറി ലീവ് എടുത്തു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സമയമെടുക്കുമല്ലോ. അപ്പോൾ വിഷ്ണു ജോലിയിൽ ഹാപ്പി ആണെങ്കിലാണ് ലൈഫിൽ ഹാപ്പിയേ ഉള്ളൂ. ജോലിയിൽ ഹാപ്പി അല്ലെങ്കിൽ വിഷ്ണു ലൈഫിൽ ഹാപ്പി അല്ല. അപ്പോൾ അതുകൊണ്ട് ജോലിയിൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് ഇത്തവണ അവിടെ ഇരുന്നതാണ്. ചിലപ്പോൾ വരുമായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം എല്ലാവർക്കും വയസ്സായതുകൊണ്ട് എല്ലാവരും ഒന്ന് കണ്ടുപോകാൻ വേണ്ടിയിട്ട്. പക്ഷെ ഇപ്പോൾ വരാൻ പറ്റുന്ന അവസ്ഥയല്ല. ചിലപ്പോൾ ഡിസംബറിൽ വന്ന് എല്ലാവരും ഒന്ന് കണ്ടുപോകും എന്ന് പറയുന്നുണ്ട്. ഈ നാട്ടിൽ വരുമ്പോഴത്തേക്കും നമുക്ക് കിട്ടുന്നത് വലിയൊരു എന്താ പറയുക സ്നേഹമാണല്ലേ. കാരണം പ്രത്യേകിച്ച് യൂട്യൂബ് ഫാമിലിന്നും ഒരുപാട് പേർക്ക് നമ്മളെ അറിയാം. അപ്പോൾ പല സ്ഥലത്തേക്ക് പോകുമ്പോഴത്തേക്കിന് ഓക്കെ ഐശ്വര്യ അല്ലെങ്കിൽ തനിമലയാളിൽ നിന്ന് എനിക്ക് പലർക്കും പേര് പോലും ഐശ്വര്യ എന്ന് വിളിക്കില്ല. ഐശ്വര്യ എന്ന് പലർക്കും ഇപ്പം ഇന്നലെ ഫംഗ്ഷൻ ഉണ്ടായപ്പോഴും എല്ലാവർക്കും വിഷ്ണുവിൻ്റെ പേരറിയാം, എൻ്റെ പേര് അങ്ങനെ അറിയില്ല. കാരണം ഞാൻ വിഷ്ണു എന്ന് വിളിക്കുന്നത് കേൾക്കുന്നുണ്ടല്ലോ. അതെ അതെ, എനിക്കൊന്ന് വീഡിയോസിൽ ഫുള്ള് വിഷ്ണു വിഷ്ണു ആയിട്ട് ആ ഒരു പേരാണ് രജിസ്റ്റർ ആവുന്നത് അല്ലേ. വീഡിയോസ് കാണുമ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കാറുണ്ട്. അപ്പം എൻ്റെ വിചാരം ഐശ്വര്യ ഭയങ്കര എക്സ്ട്രോവേർട്ടും വിഷ്ണു ഭയങ്കര ഇൻട്രോവേർട്ടും ആണ്. പക്ഷെ ഐശ്വര്യ എന്നോട് പറഞ്ഞിട്ടുണ്ട് വിഷ്ണു ആണ് കൂടുതൽ സംസാരിക്കുന്നത്. ഞാൻ അങ്ങനെ സംസാരിക്കാൻ ഇഷ്ടമാണെങ്കിൽ പോലും വിഷ്ണു ഉണ്ടെങ്കിലാണ് കുറെ കൂടി രസമായിട്ട് വരുന്നത്. പക്ഷെ വീഡിയോസിലൊന്നും വിഷ്ണു പക്ഷെ അത്രയധികം അങ്ങോട്ട് ഇൻവോൾവിംഗ് അല്ല. വിഷ്ണു ക്യാമറ ഷൈ ആണ്. ഞാൻ ഇൻട്രോവേർട്ട് എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു. പക്ഷെ എവിടെ കൊണ്ടൊക്കെയോ ഞാൻ കുറച്ച് ഉൾവലിഞ്ഞു. പക്ഷേ ഇപ്പം ഞാൻ എന്നെ തള്ളിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്തിനാണ് ഞാൻ ഉൾവലിഞ്ഞിരിക്കുന്നത്? ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ ഞാനിപ്പോൾ കോണ്ടന്റ് ക്രിയേഷൻ ഒരു ജോലിയായിട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ പുറത്ത് പോയിട്ട് ഒരാൾ എൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ എത്ര സ്മാർട്ടായിട്ട് സംസാരിക്കുന്നു എന്നുള്ളത് എൻ്റെ ജോലിക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം ഞാൻ മാക്സിമം കണ്ണാടിയുടെ മുന്നിലൊക്കെ നിന്ന് ഹായ് ഹലോ എന്നൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ഞാൻ ഇപ്പോൾ എന്നെ പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്ക്. ഇതിലും ഇമ്പ്രൂവ് ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ഈ ഉൾവലിയാനുള്ളൊരു സംഭവം അതെന്തായിരുന്നു അതിനുള്ളൊരു കാരണം? അതിന് പ്രത്യേകിച്ചൊരു കാരണം ഉണ്ടായിരുന്നില്ല. ഭയങ്കര കംഫർട്ട് സോണിൽ പോയതായിരിക്കാം ചിലപ്പോൾ കാരണം ഇവിടെ നിന്ന് പോയി നെതർലൻഡ്സിലെത്തി കഴിഞ്ഞപ്പോൾ നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ അംഗീകരിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടു കഴിഞ്ഞപ്പോൾ അതിൽ ഒതുങ്ങിപ്പോയി ഞാൻ. എല്ലാ ആൾക്കാരും ഒരേ വൈബായിരിക്കണം അങ്ങനെയൊന്നുമില്ലല്ലോ. അപ്പോൾ അതല്ല, അതിൻ്റെ പുറത്തേക്ക്, ആ കംഫർട്ട് സോണിൻ്റെ പുറത്തേക്ക് വരാൻ ഞാനൊരു എഫേർട്ട് എടുക്കാതെയായി. പക്ഷേ എൻ്റെ പ്രൊഫഷൻ അത് ഹെൽപ്പ് ചെയ്യില്ല എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ആ എഫേർട്ട് എടുത്ത് കംഫർട്ട് സോണിൻ്റെ പുറത്ത് വന്ന് ഞാൻ പഴയ ആളാവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഐശ്വര്യയുടെ വീഡിയോസിൽ ഞാൻ കണ്ടു ഒരു ഫുൾ ബോക്സ് നിറയെ ഓർണമെന്റ്സ് പലരും ഗിഫ്റ്റ് ചെയ്തത്. പക്ഷെ ഐശ്വര്യ ഇതൊന്നും ഇടാറില്ല. അപ്പം ഞാൻ തന്നെ ആലോചിച്ചു എന്തിനാണ് സൂക്ഷിച്ചു വെച്ചേക്കുന്നത്? ഇനിയും മറ്റേ ഫ്യൂച്ചറിൽ ഇങ്ങനെ കുട്ടികൾക്കെല്ലാം കൊടുക്കാനാണോ, അല്ലെങ്കിൽ ഇത് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയത് കൊണ്ട് സൂക്ഷിച്ചു വെച്ചേക്കാണോ? ശരിക്കും ഇതൊക്കെ എന്തിനാണ് സൂക്ഷിക്കുന്നത്? കാരണം യൂസ് ചെയ്യുന്നില്ല. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയ കാര്യങ്ങൾ എനിക്ക് എടുത്തു വെക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ നമ്മളെ പറ്റി ആലോചിക്കുന്നതുകൊണ്ടാണല്ലോ ഒരു ഗിഫ്റ്റ് നമുക്ക് അവർ തരുന്നത്. അതെനിക്ക് വേറെ ആൾക്ക് കൊടുക്കാനോ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നതോ എനിക്കിഷ്ടമല്ല. എനിക്ക് 10ാം ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റും 5ാം ക്ലാസ്സിൽ എൻ്റെ ഫ്രണ്ട് തന്ന ഗിഫ്റ്റും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. ആ കാർഡും കാര്യങ്ങളും ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. കിട്ടിയത് അങ്ങനെ ഞാൻ ഗിഫ്റ്റുകൾ എപ്പോഴും ആൾക്കാർ മനസ്സറിഞ്ഞു തരുന്നൊരു കാര്യമാണ്. അത് ഞാൻ വളരെയധികം സ്നേഹത്തോടു കൂടെ തന്നെ ഞാൻ എടുത്തു വെക്കും. അത്രേ ഉള്ളൂ. അപ്പം ഇനി എന്താണ് ഫ്യൂച്ചർ പ്ലാൻസ്? കാരണം ഇങ്ങനെ യൂട്യൂബ് കുറേ ഇനിയും 1 മില്യൺ കഴിഞ്ഞിട്ട് 1.12 അല്ലേ 1.2 മില്യണോളം ആയി. അപ്പം ഇനി എന്താണ് ഇതിൻ്റെ ഒരു ജേർണി? ഇനിയും കുറേ എക്സ്പ്ലോർ ചെയ്ത് മുമ്പോട്ട് പോകണം എന്നാണ്. എന്താണ് ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കുമ്പോൾ ഒരു പ്ലാന്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ആ ഒരു 1 മില്യൺ കഴിഞ്ഞതിന് ശേഷം എൻ്റെ നെക്സ്റ്റ് ഗോൾ എന്താണെന്നുള്ളതിനെ പറ്റി ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് മുഴുവൻ ക്ലാരിറ്റി ആയിട്ടില്ല. കാരണം നടക്കാത്തൊരു കാര്യം നടന്നതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്. നെക്സ്റ്റ് എനിക്കെന്ത് വേണം എന്നുള്ളത് മുഴുവൻ ക്ലാരിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ ഇപ്പം ചെയ്യുന്ന കാര്യം ഞാൻ വളരെയധികം താല്പര്യത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കാര്യം വരുമായിരിക്കും, അല്ലെങ്കിൽ ഞാൻ കണ്ടുപിടിക്കുമായിരിക്കും. ഈ കർമ്മയിലൊക്കെ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം നമ്മൾ ഫ്യൂച്ചർ നോക്കുമ്പോൾ നാളെ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് അറിയില്ല. പക്ഷേ നമ്മൾ എപ്പോഴും പറയല്ലോ കർമ്മയിൽ വിശ്വസിക്കുന്ന ആളാണോ? കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾ കാണുമ്പോഴും നമുക്ക് ചിലപ്പോൾ മുഴുവൻ വിശ്വസിക്കാനും പറ്റില്ല, അറിയില്ല. അങ്ങനെയൊക്കെയാണ് പോകുന്നത്. ഞാൻ ആരും ഉപദ്രവിക്കുന്ന കാര്യം ചെയ്യാറില്ല. അത് കർമ്മയിൽ വിശ്വസിക്കുന്നതുകൊണ്ടല്ല, വിശ്വസിക്കാതിരിക്കുന്നതുകൊണ്ടുമല്ല. എനിക്ക് ആൾക്കാരെ ഉപദ്രവിക്കാൻ ഇഷ്ടമല്ല. അപ്പം ഞാൻ കർമ്മ ആലോചിച്ച് ഞാൻ പേടിക്കണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു സമയം കടന്നു പോകുമ്പോഴത്തേക്കിന് ഇപ്പം ഈ ഒരു മൊമെൻറ്റിൽ
എത്രത്തോളം ഹാപ്പിയാണ്? കാരണം ഈ ലൈഫ് ഇത്രത്തോളം ചേഞ്ച് ആയി ഇങ്ങനെ വന്ന് നിൽക്കുന്നു, എത്രത്തോളം ഹാപ്പി? ഞാൻ ലൈഫ് ചേഞ്ച് ആയതിലും നാളെ എങ്ങനെ ചേഞ്ച് ആവും എന്നുള്ളതിലും എനിക്കറിയില്ല. ഞാനിപ്പോൾ ഹാപ്പിയാണ്. ഞാൻ ഇന്നലെ ഹാപ്പി ആയിരുന്നു, ഞാൻ നാളെ ഹാപ്പിയാണ്. അല്ലാതെ ചേഞ്ച് ചെയ്ത് വന്നതിലും ഞാനിപ്പോൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതിലും അതിലൊന്നുമല്ല. ഞാൻ വലിയ കുഴപ്പമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ പോകുന്നു. ഓക്കെ, അപ്പൊ എന്തായാലും ഒരുപാട് വിശേഷങ്ങൾ സംസാരിച്ചു, ഒരുപാട് സീരിയസ് കോണ്ടന്റുകൾ സംസാരിച്ചു. സത്യമായിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു കോൺവെർസേഷൻ ഞാൻ എൻജോയ് ചെയ്തു കേട്ടോ. അത് ആസ് എ പേഴ്സൺ, ആസ് എൻ ഇന്റർവ്യൂവർ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. എനിക്ക് ഐശ്വര്യക്ക് അങ്ങനെ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് സംസാരിക്കാൻ ഞാനിങ്ങനെ വിചാരിച്ചായിരുന്നു, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് പറയേണ്ടി വരും. ഇപ്പോൾ ഒരേപോലത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ എന്റർടൈൻ ചെയ്യാൻ വേണ്ടി മറുപടി മാറ്റി പറയാൻ പറ്റില്ലല്ലോ, എല്ലാ കാര്യമല്ലേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ കുറച്ചും കൂടെയൊക്കെ വേറെ കാര്യങ്ങൾ സംസാരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഒക്കെ എനിക്ക് സ്നേഹം തന്നിട്ടുണ്ടായിരുന്നു. അതെ, സീരിയസ്ലി, അതായത് ജെന്യുവനായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് നമുക്ക് ഭയങ്കരമായിട്ട് കിട്ടും. അപ്പം ഇങ്ങനെയുള്ളൊരു അത് ജെമ്മാണെന്ന് തന്നെ പറയാം ഐശ്വര്യ. അല്ല, ആസ് എ പേഴ്സൺ, ആസ് എ ഹ്യൂമൻ ബീങ് കേട്ടോ, ആസ് എ ഹ്യൂമൻ ബീങ് ഐശ്വര്യ ഭയങ്കര ജെമ്മാണ്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഞാൻ വളരെ എന്താ പറയുക, ഫ്രം ദ ബോട്ടം ഓഫ് ഹാർട്ട് എന്ന് ഞാൻ പറയുവാണ്. തുടക്കത്തിൽ എനിക്ക് ഐശ്വര്യ അറിയില്ല, ഐശ്വര്യ ആരാണെന്ന് അറിയില്ല, ജസ്റ്റ് ഞാൻ വീഡിയോസ് മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ നമുക്ക് നോർമലി ഉള്ള പോലെ ഓക്കെ ഒരു പ്രൊഡ്യൂസ് മൈൻഡോടുകൂടി ആയിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷേ സംസാരിച്ച് വന്നപ്പോൾ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2 weeks ആയിട്ടൊക്കെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ക്യാരക്ടർ ഭയങ്കര ഇഷ്ടപ്പെട്ടു ഐശ്വര്യയുടെ ആ ഒരു സംസാരം. അപ്പം ഒരുപാട് സന്തോഷം ഐശ്വര്യ. നീ സ്കൂട്ടർ എടുത്ത് പോയിക്കോ, ഞാൻ പറന്നു വരാം, ഞാൻ അവിടെ എത്തി. കുറച്ച് സമയം സംസാരിക്കാൻ പറ്റുന്ന ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഐശ്വര്യ. താങ്ക് യു. ശരി, താങ്ക് യു സോ മച്ച് സ്നേഹ. അപ്പോൾ താങ്ക് യു സോ മച്ച് ജാങ്കോ സ്പേസ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി തന്നതിൽ.